എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. സൗമ്യ കേസിൽ സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ച് ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു സുപ്രീം കോടതിയിൽ ഹാജരാകും. അടുത്ത 11-ന് കോടതി കേസ് കേൾക്കും. IG ബി സന്ധ്യ കട്ജുവിനെ കണ്ടത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമെന്ന് AG. ബംഗളൂരു യാത്രയിൽ നിഷാമിനെ അനുഗമിച്ച പോലീസുകാർ കൃത്യവിലോപം കാട്ടിയെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. നിഷാം വധഭീഷണി മുഴക്കിയെന്ന പരാതിയിൽ അന്വേഷണം തുടങ്ങി. സഹോദരങ്ങളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. കൊച്ചിയിൽ വീണ്ടും ഗൂണ്ടാ വിളയാട്ടം. പള്ളുരുത്തിയിൽ ഗൂണ്ടാ സംഘങ്ങൾ തെരുവിലേറ്റുമുട്ടി. നടുറോഡിൽ ആയുധങ്ങളുമായി ഗൂണ്ടാ സംഘങ്ങളുടെ പോർവിളി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയിൽ പൊട്ടിത്തെറി. സംസ്ഥാന അധ്യക്ഷൻ ശിവപാൽ യാദവ് അടക്കം 4 മന്ത്രിമാരെ അഖിലേഷ് പുറത്താക്കി. പാർട്ടി പിളർത്തില്ല എന്ന് ശിവപാൽ. ഗോപാൽ യാദവ് പാർട്ടിയിൽ നിന്ന് പുറത്ത്. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കിയിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ. ഇന്ത്യൻ ജയം 2-നെതിരെ 3 ഗോളുകൾക്ക്. സൗമ്യ വധക്കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്ന ദിവസമായ നവംബർ 11-ന് ഹാജരാകുമെന്ന് മാർക്കണ്ഡേയ കട്ജു. സുപ്രീം കോടതിയുടെ നോട്ടീസ് ലഭിച്ചുവെന്നും കട്ജു അറിയിച്ചു. സൗമ്യ കേസിലെ വിധി തെറ്റാണെന്ന് കട്ജു നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കോടതി വാദഗതികൾ അവതരിപ്പിക്കാൻ കട്ജുവിനെ ക്ഷണിച്ചത്. സൗമ്യ വധക്കേസിൽ നേരിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാവാൻ തയ്യാറാണെന്ന് ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു. സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. വരുന്ന നവംബർ 11-ന് 2 മണിയോടെ കട്ജു സുപ്രീം കോടതിയിൽ ഹാജരാകും. നേരത്തെ സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിയുടെ ശിക്ഷ ഇളവ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കട്ജു കേസിൽ സുപ്രീം കോടതിക്ക് തെറ്റുപറ്റിയതായി ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇത് ഒരു ഹർജിയായി പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ നീക്കം. സംസ്ഥാന സർക്കാരും സൗമ്യയുടെ അമ്മയും നൽകിയ പുനഃപരിശോധനാ ഹർജി പൂർത്തിയായ ശേഷം രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായുള്ള ബെഞ്ചാണ് കട്ജുവിനോട് കോടതിയിൽ ഹാജരാകാനും തുറന്ന സംവാദത്തിന് തയ്യാറാകണമെന്നും പറഞ്ഞത്. എന്നാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124 അനുച്ഛേദം 7 അനുസരിച്ച് മുൻ സുപ്രീം കോടതി ജഡ്ജിക്ക് കക്ഷികൾക്ക് വേണ്ടി ഹാജരാകാൻ കഴിയില്ല എന്നത് ചൂണ്ടിക്കാട്ടി ഹാജരാകാൻ സാധിക്കില്ല എന്നാണ് കട്ജു നേരത്തെ പറഞ്ഞിരുന്നത്. ഇതിനുശേഷം ADGP സന്ധ്യയും വിചാരണ കോടതി ജഡ്ജിയും കട്ജുവിനെ വസതിയിലെത്തി സന്ദർശിച്ചത് വിവാദമായിരുന്നു. എന്നാൽ ഭരണഘടനാപരമായുള്ള വിലക്കില്ലെങ്കിൽ സൗമ്യ കേസിൽ നേരിട്ട് ഹാജരാകാനും ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണെന്നുമാണ് കട്ജു ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കട്ജു നവംബർ 11-ന് ഹാജരായാൽ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഒരു അത്യപൂർവ നടപടിക്കാവും കോടതി സാക്ഷ്യം വഹിക്കുക. റിപ്പോർട്ടർ, ദില്ലി. മാർക്കണ്ഡേയ കട്ജുവിനെ സന്ദർശിച്ച ADGP ബി സന്ധ്യയുടെ നടപടിയെ വിമർശിച്ച് അഡ്വക്കേറ്റ് ജനറൽ സുധാകര പ്രസാദ്. സന്ധ്യയുടെ നടപടി കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്നും AG പറഞ്ഞു. അതേസമയം സന്ദർശനം വ്യക്തിപരം മാത്രമാണെന്ന് ബി സന്ധ്യ പ്രതികരിച്ചു. സൗമ്യ വധക്കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് എതിർപരാമർശങ്ങൾ ഉണ്ടായതിനിടെയാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന ബി സന്ധ്യയും വിചാരണ കോടതി ജഡ്ജും ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജുവുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇത് വിവാദമായതിനു പിന്നാലെയാണ് സന്ധ്യയുടെ സന്ദർശനത്തിനെതിരെ വിമർശനവുമായി അഡ്വക്കേറ്റ് ജനറൽ രംഗത്തെത്തിയിരിക്കുന്നത്. സന്ധ്യയുടെ സന്ദർശനത്തിൽ സർക്കാരിന് പങ്കില്ലെന്നും നടപടി തെറ്റായിരുന്നുവെന്നും AG വ്യക്തമാക്കി. അത്ര ശരിയായ നടപടി ആവശ്യമില്ലായിരുന്നു. നമ്മളിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ അഡ്വക്കേറ്റായ അറ്റോർണി ജനറൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നിയമോപദേശം തേടുന്നു. വേറൊരു നിയമോപദേശം അതിൽ ആവശ്യമില്ല. അതിൻ്റെ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. അതേസമയം AGയുടെ പ്രതികരണം വന്നതിനു പിന്നാലെ വിശദീകരണവുമായി ADGP ബി സന്ധ്യ രംഗത്തെത്തി. ഖട്ജുവുമായുള്ള കൂടിക്കാഴ്ച വ്യക്തിപരമായിരുന്നെന്നും സൗമ്യ കേസുമായി ബന്ധപ്പെട്ടല്ല കൂടിക്കാഴ്ച നടത്തിയതെന്നും സന്ധ്യ പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി, തിരുവനന്തപുരം. ഈ വിഷയം എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നു. അഡ്വക്കേറ്റ് BA ആളൂർ, ഗോവിന്ദചാമിയുടെ അഭിഭാഷകൻ, ജോർജ് ജോസഫ് മുൻ SP, ബിന്ദുകൃഷ്ണ കോൺഗ്രസ് നേതാവ്, സുമതി സൗമ്യയുടെ അമ്മ, ഉദയഭാനു അഭിഭാഷകൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീമതി സുമതി, സംസ്ഥാന സർക്കാരിൻ്റെ പുനഃപരിശോധനാ ഹർജിയിലെ വാദം പൂർത്തിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ സുപ്രീം കോടതിക്ക് വധശിക്ഷ റദ്ദാക്കിയ വിധിയിൽ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയ മുൻ ജഡ്ജിയോട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അദ്ദേഹം അവിടേക്ക് പോവുകയുമാണ്. പ്രതീക്ഷ വർദ്ധിച്ചുവോ? അതെ, തീർച്ചയായിട്ടും എനിക്കത് വലിയൊരു പ്രതീക്ഷയാണ്. ഞാനിപ്പോ അത് TV അതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് എന്നെ മനസ്സിലാവും. ഞാൻ അതാദ്യം എന്റെ മനസ്സ് സത്യം പറഞ്ഞാൽ എന്താ ചെയ്യാന്ന് ആലോചിക്കുന്നത്. ഇപ്പൊ വളരെ വലിയ പ്രതീക്ഷയാണ് എനിക്ക് ഇപ്പൊ അത് കിട്ടിയിരിക്കുന്നത്. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ കേസിൽ വധശിക്ഷ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു പുനഃപരിശോധനാ ഹർജി നൽകുകയും അതിന്മേൽ സർക്കാർ പുതിയ വാദങ്ങൾ അവതരിപ്പിച്ചുവെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലെ വാദം പൂർത്തിയായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരും വേണ്ടത് ചെയ്തിട്ടുണ്ട് വധശിക്ഷ പുനഃസ്ഥാപിക്കാൻ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അവര് ഗവൺമെന്റാണ് നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിരിക്കുന്നത്. എല്ലാ സഹായത്തിനും അങ്ങനെയല്ല, പുനഃപരിശോധനാ ഹർജി കോടതിയിൽ വന്ന ഘട്ടത്തിൽ ഈ വധശിക്ഷ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ കൂടുതൽ വിശദാംശങ്ങൾ കോടതിക്ക് നൽകി
നല്ല നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന പ്രതീക്ഷയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു പ്രതീക്ഷ ഇപ്പൊ ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കുഴഞ്ഞു മറിഞ്ഞിട്ടായാലും ഇപ്പൊ ഇത്ര നല്ല രീതിയിൽ ആ പ്രതീക്ഷ വന്നില്ലേ, എനിക്ക് അതാണ് എന്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ. പ്രോസിക്യൂഷൻ പിഴവുകൾ തിരുത്തു എന്ന് തന്നെയാണ് വിശ്വാസം. അത് വിധി വരുന്നതല്ലേ. പ്രോസിക്യൂഷൻ നേരത്തെ പിഴവ് പറ്റിയെന്നും വേണ്ടത്ര കേസ് പഠിക്കാതെയാണ് ഇത് അവതരിപ്പിച്ചതെന്നും ഒക്കെ താങ്കൾ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ആ വിമർശനം പിൻവലിക്കുകയാണോ? നന്നായി പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ വധശിക്ഷ പുനഃസ്ഥാപിക്കപ്പെടും എന്ന് കരുതുന്നുണ്ടോ, എന്ന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും എന്ത് വന്നാലും എന്റെ സാറുമാർ നന്നായി തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയി അത് വേണ്ട രീതിയിൽ തന്നെ അത് ചെയ്യും. സുപ്രീം കോടതി എനിക്ക് നല്ലൊരു നീതി കിട്ടും. അതിന് എന്റെ സാറുമാരിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ വക്കീലും എല്ലാവരും എനിക്ക് വേണ്ടി അക്കാര്യത്തിൽ നിറഞ്ഞ പ്രതീക്ഷയാണ്. അഡ്വക്കേറ്റ് ബി എ ആളൂർ, ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച വലിയ തോതിൽ വിമർശിക്കപ്പെട്ടതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ വിധി വന്നപ്പോൾ മാർക്കണ്ഡേയ ഗഡ്ജു ഈ സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എടുത്തിട്ടുള്ള സമീപനം അങ്ങേയറ്റം പിഴവാർന്നതാണ് എന്നും കൊലക്കുറ്റം തെളിയിക്കാൻ ആവശ്യമായ പഴുതുകൾ അല്ലെങ്കിൽ നിയമവശങ്ങൾ അവിടെ ലഭ്യമാണെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ വാദഗതികൾ അവതരിപ്പിക്കാൻ അദ്ദേഹം കോടതിയിലേക്ക് പോവുകയാണ്. കോടതിക്ക് പിഴവ് പറ്റിയിട്ടുണ്ടെന്നും തിരുത്താൻ അവസരം വേണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹർജി ഫയൽ ചെയ്യുന്നു. അത് അനുവദിക്കുന്നു. അതിന്മേലുമുള്ള വാദങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. വധശിക്ഷ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ പുതിയ വിവരങ്ങൾ കോടതിക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു ഇതിനകം സംസ്ഥാന സർക്കാരിന് എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല. കാരണം ഇതൊരു പുനർപരിശോധനാ ഹർജിയാണ്, റിവ്യൂ പെറ്റീഷൻ. അതിനൊരുപാട് സ്കോപ്പുകളുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോൾ ജസ്റ്റിസ് ലളിത് ചോദിച്ചിരുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് ഡിഫൻസിനെ കേൾക്കാതെയാണ് ഇത്രയും സമയം അനുവദിച്ചു തന്നതെന്നാണ്. അപ്പോൾ അതിലൊരു പരിധിയുണ്ട്, സമയമുണ്ട്. വാദങ്ങൾ പൂർണ്ണമായി കേൾക്കാനുള്ള സാവകാശവും സമയവും ഉണ്ടായിരുന്നു. അത് കേസ് നടക്കുന്ന സമയത്തായിരുന്നു. സംസ്ഥാന സർക്കാരാണെങ്കിൽ സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് തോമസ് പി ജോസഫിനെ ഏർപ്പെടുത്തിയിരുന്നു. ആ സമയമെല്ലാം കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് ഇപ്പോൾ ഒരു പുനർപരിശോധന ഹർജി കോടതിയിൽ മുന്നിൽ വരുന്നത്. അതിനൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കോടതി എല്ലാ ഭാഗവും പഠിച്ചും അതിനെക്കുറിച്ച് ഒരു ധാരണയുള്ളത് കൊണ്ട് മാത്രമാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ച് മുൻ ജഡ്ജിയെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അവർ നടത്തിയ വിധി പ്രഖ്യാപനത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഒരു വ്യക്തിയുടെ ജീവനെയാണ് രക്ഷപ്പെടുത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ ജീവനെയാണ് നശിപ്പിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ചൊരു പക്ഷേ സുപ്രീം കോടതി പുനർവിചാരണ ചെയ്തേക്കാം. പക്ഷേ ഒരു വ്യക്തിയുടെ ജീവൻ എടുത്തുകൊണ്ടൊരു പുനർവിചാരണ സുപ്രീം കോടതി നടത്തുമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇക്കാര്യത്തിൽ കോടതിക്ക് ചില പിഴവുകൾ പറ്റിയിട്ടുണ്ടെന്നാണ് അഡ്വക്കേറ്റ് മുൻ ജഡ്ജി മാർക്കണ്ഡേയ ഗഡ്ജി കൂടി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതായത് ഈ കേസിൽ ഗോവിന്ദച്ചാമിക്കെതിരെ കൊലക്കുറ്റം ചുമത്താൻ ആവശ്യമായ സാഹചര്യങ്ങളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്, ഒപ്പം മർദ്ദനമേറ്റത് കൊലക്കുറ്റം അല്ലെങ്കിൽ ലക്ഷ്യം കൊല തന്നെയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന നിയമവശങ്ങളുണ്ട് എന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് കൂടുതലായി അവതരിപ്പിച്ചിട്ടുണ്ടോ കോടതിക്ക് മുൻപിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ? അത് കോടതിയുടെ തീരുമാനം തിരുത്താൻ ഉതകുന്ന തരത്തിൽ ബലവത്തായ വാദമാണോ? സുപ്രീം കോടതിയുടെ ഒരേ ഒരു ആശങ്ക, 3 ജഡ്ജിമാരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, സെക്ഷൻ 302, എ പേഴ്സൺ ഈസ് കമ്മിറ്റിംഗ് ആൻ ഒഫൻസ് വിത്ത് എൻ ഇൻറ്റൻഷൻ ആൻഡ് മോട്ടീവ്. അതുണ്ടോ ഈ പറയുന്ന തെളിവുകൾ വെച്ച്? പ്രോസിക്യൂഷൻ സാക്ഷികളാണ് പ്രതിഭാഗം വിസ്തരിച്ചപ്പോൾ പ്രോസിക്യൂഷൻ സാക്ഷികൾ മറിച്ചു പറഞ്ഞതല്ല. പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന സാക്ഷികളാണ് പറയുന്നത് തെളിവ് മറ്റൊരു തരത്തിൽ. അത്തരത്തിലൊരു തെളിവുള്ളപ്പോൾ മറ്റുള്ള പ്രതിയുടെ എല്ലാ സാഹചര്യങ്ങളും പ്രതിയാണ് വെളിപ്പെടുത്തേണ്ടതെങ്കിലും ഈ ഒരു കേസിൽ മറ്റുള്ള തെളിവുകൾ ഉള്ളപ്പോൾ ഒരു പക്ഷേ സുപ്രീം കോടതി കണ്ടെത്തുന്നത് ആ ഒരു നിഗമനത്തിലാണെങ്കിൽ, സാഹചര്യ തെളിവുകളാണെങ്കിൽ മറ്റുള്ള തെളിവുകൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മറ്റു തെളിവുകൾ നിലനിൽക്കെ, കുട്ടി ചാടി എന്നുള്ള തെളിവ് നിലനിൽക്കെ, എന്തുകൊണ്ട് ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ശരിയായ രീതിയിലാണോ അല്ലെങ്കിൽ ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് പൂർണ്ണമായും ഈ കേസിൽ ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ യോജിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതെല്ലാമാണ് സുപ്രീം കോടതി ചർച്ച ചെയ്യുന്നത്. ചാടി എന്ന തെളിവ് കോടതിക്ക് മുൻപിലുള്ളപ്പോൾ മറ്റു കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നാണ്. ശ്രീ അഡ്വക്കേറ്റ് ഉദയഭാനു, ഇവിടെ മാർക്കണ്ഡേയ ഗഡ്ജു പ്രധാനമായും അന്ന് കോടതി വിധിയെ വിമർശിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടിയത് ഹൈക്കോടതി വിധിയെ കാര്യമായ വിശകലനം ചെയ്യാതെയാണ് ഈ വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത് എന്നതായിരുന്നു. അതായത് ട്രെയിനിനുള്ളിൽ സൗമ്യയുടെ തല 4-5 തവണ ബലമായി പിടിച്ചിടിച്ചു, തലയിൽ മാരകമായി മുറിവേൽക്കുന്നതും ക്ഷതമേൽക്കുന്നതും എന്തും മരണകാരണമാകാം.
അത്തരം ഘട്ടങ്ങളിൽ അത് കൊലക്കുറ്റം ചുമത്താമെന്ന് IPC 300 വകുപ്പ് പറയുന്നുണ്ട്. കൊല നടത്താനുള്ള ഉദ്ദേശമില്ലെങ്കിലും 300 വകുപ്പിലെ 3 നിർവചനങ്ങൾ തെളിയിക്കാനായാൽ കൊലക്കുറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും. ഇതൊന്നും കോടതി പരിഗണിച്ചില്ല എന്നാണ്. കമ്പാർട്ട്മെന്റിനുള്ളിൽ വലിയ തോതിലുള്ള കരച്ചിലും നിലവിളിയും കേട്ടതായി 2 സാക്ഷികൾ പറയുന്നു. അത് മുഖവിലേക്കെടുക്കാതെ കുട്ടി ചാടുന്നത് കണ്ടുവന്ന മധ്യവയസ്കന്റെ മൊഴി മാത്രമാണ് കോടതി പരിഗണിച്ചിട്ടുള്ളത് എന്നതായിരുന്നു. താനായിരുന്നു ജഡ്ജിയെങ്കിൽ കൊലക്കുറ്റം വിധിക്കാൻ ആവശ്യമായതെല്ലാം ഇതിലുണ്ട് എന്നതാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. ഈ വാദവുമായി സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് മാർക്കണ്ഡേയ കട്ജു. സംസ്ഥാന സർക്കാരിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഉദയഭാനു. ഹലോ, ഉദയഭാനു, താങ്കളോട്. കേൾക്കുന്നുണ്ടോ നിഷാദേ? പറയൂ, കേൾക്കുന്നുണ്ട്. കേൾക്കാമോ ഉദയഭാനു താങ്കൾക്ക് എന്നെ? ഹലോ ഉദയഭാനു, എന്നെ കേൾക്കാമോ? ഹലോ, എന്നെ കേൾക്കാമോ? നിഷാദ് കേൾക്കുന്നുണ്ടോ? പറയൂ, കേൾക്കാം. ഹലോ, ഞാൻ വരാം. ടെലിഫോൺ ലൈനിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ. ജോർജ് ജോസഫ്, മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ, തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. ജോർജ് ജോസഫ്, ഈ മാർക്കണ്ഡേയ കട്ജു ചൂണ്ടിക്കാണിക്കുന്ന വളരെ സുപ്രധാനമായ നിയമവശങ്ങൾ കോടതിയിൽ സാധൂകരിക്കപ്പെടാൻ പോകുന്നതാണോ? കൊലക്കുറ്റം ചുമത്താൻ ആവശ്യമായ ഡയറക്റ്റ് എവിഡൻസ് ഒന്നുമില്ല എന്നാണ് കോടതി പറയുന്നത്. അത് കോടതി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനൊരു ഉത്തരം നൽകാൻ നമുക്ക് കഴിയുന്നുമില്ല. പ്രോസിക്യൂഷന് ചില വീഴ്ചകൾ പറ്റിയെന്ന വിമർശനമുണ്ട്. അന്വേഷണ ഘട്ടത്തിലടക്കം താങ്കളടക്കമുള്ള ആളുകൾ നേരത്തെ ഇക്കാര്യത്തിൽ നമ്മുടെ വീഴ്ചയുടെ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ്. മാർക്കണ്ഡേയ കട്ജു പറയുന്ന IPC 300 വകുപ്പ്, അതിൽ പറയുന്ന ഈ വഴികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കൊലക്കുറ്റം സ്ഥാപിക്കാൻ കഴിയുമെന്ന് താങ്കൾ കാണുന്നുണ്ടോ? ഞാൻ അങ്ങനെ കാണുന്നില്ല. കാരണം സുപ്രീം കോടതി ഇത് മുഴുവൻ പരിശോധിച്ച ശേഷം ഏകദേശം ഒരു നിഗമനത്തിലെത്തി. ഈ റിവ്യൂ പെറ്റീഷനിൽ സുപ്രീം കോടതി ഒരു നിഗമനത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് സുപ്രീം കോടതിയെ വിമർശിച്ചുകൊണ്ട് തന്നെ ആ തീരുമാനത്തെ ഒരു വിമർശനം തന്നെയായിരുന്നു ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് നോട്ടീസ് എന്തായാലും കൊടുത്തു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു 124(7) ഭരണഘടനയുടെ 124(7) വകുപ്പ് പ്രകാരം അദ്ദേഹം സുപ്രീം കോടതി ഹാജരാകേണ്ടതില്ല. ശരിയല്ല അത്. അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിമാരായി റിട്ടയർ ചെയ്ത ഒരു ജഡ്ജസിനും ഇന്ത്യയിൽ ഒരു കോടതിയിൽ ഹാജരാകാനോ ഒരു ഫോറത്തിൽ ഹാജരായ ഒരു കക്ഷിക്ക് വേണ്ടി വാദിക്കാനോ അവകാശമില്ല. അതാണ് അതിൻ്റെ 124(7) കൃത്യമായിട്ട് പറയുന്നതാണ് ഭരണഘടനയിൽ. അപ്പോൾ അദ്ദേഹം സുപ്രീം കോടതിയുടെ ഏകദേശം തീരുമാനമെടുത്ത ഒരു കാര്യത്തിൽ വിമർശിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിനെ സമൻ ചെയ്ത് അദ്ദേഹം പോകേണ്ടി വരും. അദ്ദേഹം ഒരു സാക്ഷിയായിട്ടോ അല്ലെങ്കിൽ ഒരു വാദം നടത്താനോ വേണ്ടിയിട്ടാണെന്നും തോന്നുന്നില്ല സുപ്രീം കോടതി വിളിച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കും. പക്ഷേ അത് ഒരു കോട്ടാലക്ഷ്യത്തിലോട്ട് പോകുമോ എന്ന് എനിക്കൊരു സംശയം തന്നെയുണ്ട്. കാരണം ഇതുപോലെ വിമർശിച്ച സമാന മാതൃകയിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഇതുപോലെ ചെന്ന് ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ട് സുപ്രീം കോടതിയിൽ അദ്ദേഹം ക്ഷമ ചോദിച്ചിട്ടാണ് അതിൽ നിന്ന് പിൻവാങ്ങിയത്. അപ്പോൾ ഈ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജുവിൻ്റെ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ വിമർശനം സുപ്രീം കോടതിയിൽ വരുമ്പം അതൊരു കോട്ടലക്ഷ്യത്തിനോട് സമാധാനം ചോദിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെയധികം ചർച്ച ചെയ്തിട്ടുണ്ട്. ജോർജ് ജോസഫ്, ഇക്കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഒരു പുനഃപരിശോധന ഹർജിയുടെ ഗണത്തിൽ പരിഗണിച്ചിട്ടുണ്ട് സുപ്രീം കോടതി. അതിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് വന്ന് താങ്കളുടെ വാദഗതികൾ അവതരിപ്പിക്കാമെന്നാണ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളത് എന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്ന വാദഗതികൾ അവതരിപ്പിക്കാനാണ് അദ്ദേഹവും പോകുന്നത് എന്നതാണ്. മറ്റേതെങ്കിലും അനിഷ്ടത്തിന്റെ പേരിൽ ആ ഒരു ഫേസ്ബുക്ക് വിമർശനം എന്തിന് ഉന്നയിച്ചു എന്ന വിശദീകരണം ചോദിക്കാനല്ല കോടതി വിളിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല, എനിക്കത് അങ്ങനെ തോന്നുന്നില്ല. കാരണം ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു പറഞ്ഞ 300 IPC പ്രകാരം ഉള്ള ഒരു കുറ്റം തെളിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് 300 IPC പ്രകാരമുള്ള കുറ്റം തെളിയുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം അതിനകത്ത് സാഹചര്യ തെളിവ് മാത്രമേ നമ്മൾ ഈ കേസിനകത്ത് കാണുന്നുള്ളൂ. ഒരു 40 സാക്ഷികൾ പറഞ്ഞത് സുപ്രീം കോടതി പരിഗണനയിൽ എടുത്തിട്ടുണ്ട്. അത് ഡിഫൻസ് പറഞ്ഞതല്ല, പ്രോസിക്യൂഷൻ പറഞ്ഞതാണ്. ആ കുട്ടി ചാടി രക്ഷപ്പെട്ടു പോയി എന്നുള്ളത് അതൊരു ഭാഗം. ആ ഭാഗം കൃത്യമായിട്ട് സുപ്രീം കോടതി വിലയിരുത്തിയിട്ടുണ്ട്. അത് പ്രോസിക്യൂഷൻ്റെ തെളിവാണ് ആ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, മാരകമായ ഈ മുറിവ്, തലയ്ക്ക് ഏറ്റ ഈ മുറിവ് ട്രെയിൻ അകത്ത് വെച്ച്, നമ്മുടെ അതൊരു സാങ്കല്പികമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിൻ അകത്ത് വെച്ചാണോ വെളിയിൽ വെച്ചാണോ അത് സംഭവിച്ചെന്നുള്ള കൃത്യമായ രേഖകളില്ല. അപ്പം ജസ്റ്റിസ് കട്ജു അദ്ദേഹം പറഞ്ഞത് 300ന്റെ വിശദീകരണമാണ്. പക്ഷേ കോടതിയിൽ സുപ്രീം കോടതിയെ പരിഗണിച്ച
കേരളത്തിലെ ഈ സൗമ്യ കൊലക്കേസിൻ്റെ അകത്തുള്ള തെളിവാണ് സുപ്രീം കോടതി നോക്കിയത്. രണ്ടും വളരെ വൈരുദ്ധ്യമുള്ള കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദയഭാനു, താങ്കൾ എന്നാണ് കരുതുന്നത്? ഇപ്പോൾ കോടതി വിളിപ്പിച്ചിരിക്കുന്നത് കോടതി അലക്ഷ്യത്തിലേക്ക് ഗഡ്ജുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോകുമെന്നാണോ, അതോ അദ്ദേഹം ഉന്നയിക്കുന്ന വിവരങ്ങളെ, വിശദാംശങ്ങളെ വളരെ കാര്യഗൗരവത്തിലെടുത്ത് ഈ കേസിൽ എന്തെങ്കിലും മാറ്റത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ക്രിയാത്മക നടപടിയായാണോ അതിനെ വിലയിരുത്തുന്നത്? ഒപ്പം തന്നെ അന്ന് ഈ കേസിൽ സുപ്രീം കോടതിയുടെ വിധിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ചില പോയിന്റുകൾ അവതരിപ്പിച്ചിരുന്നു. ആ പോയിന്റുകൾക്ക് സാധ്യതയുള്ളതാണെന്ന് കാണുന്നുണ്ടോ? ശ്രീ നിഷാദ്, ഇവിടെ കോട്ടലക്ഷ്യത്തിന്റെ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ പോകേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ ശ്രീ നിഷാദും ഞാനും എല്ലാം തന്നെ ഈ വിധിന്യായത്തെ വിമർശിച്ചിട്ടുള്ള ആളുകളാണ്. ആ വിമർശനങ്ങളെല്ലാം വൈകാരിക പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ജസ്റ്റിസ് മാർക്കണ്ഡേയ കാഴ്ചു അത് കുറച്ചൊരു അക്കാദമിക് തലത്തിൽ ഒരു പോയിന്റ് അവതരിപ്പിച്ചു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കോട്ടലക്ഷ്യം കോടതിയെ അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലോ ഏതെങ്കിലും കോടതി വിധിയിലൂടെ ജഡ്ജിമാരെ മോശക്കാരാക്കുന്ന ഇടിച്ചു താഴ്ത്തുന്ന രീതിയിലുള്ള യാതൊരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. അദ്ദേഹം ഇതിന്റെ ഒരു അക്കാദമിക് തലത്തിലുള്ള ഒരു വിശദീകരണം നടത്തി എന്നുള്ള ഒരു ന്യൂനത മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസിലെ അപ്പീൽ വാദം നടക്കലല്ല ഇനി നടക്കാൻ പോകുന്നത്. ഈ കേസിലെ ഒരു റിവ്യൂ ഹർജിയാണ്. ആ റിവ്യൂ ഹർജിയിൽ വളരെ പരിമിതമായിട്ടുള്ള നിയമപരമായ ആയിട്ടുള്ള സാധ്യതകൾ മാത്രമേ ഉള്ളൂ ഒരു തിരിച്ചുപോക്കിനോ ഇടപെടലിനോ. ജസ്റ്റിസ് മാർക്കണ്ഡേയ കാഴ്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അക്കാദമിക് തലത്തിലാണ് ഈ കാര്യങ്ങൾ സമീപിച്ചത് എന്ന് പറയുമ്പോൾ ഈ മൂന്നംഗ ആ ജഡ്ജിമാർ ഈ കേസിന്റെ മുഴുവൻ കാര്യങ്ങളും 40 സാക്ഷികളുടെ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടല്ല, മുഴുവൻ സാക്ഷികളുടെ മൊഴികൾ നിയമപരമായി പരിശോധിച്ചുകൊണ്ടും ഈ കേസിന്റെ വസ്തുതകൾക്കകത്ത് നിന്നുകൊണ്ട് ഇത് എത്രമാത്രം സാധ്യതയുള്ള ഒരു ശിക്ഷയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഈ ശിക്ഷയിലേക്ക് എത്തിയിട്ടുള്ള കാര്യങ്ങൾ അത് നിയമപരമായി ശരിയാണോ എന്നുള്ള പരിശോധനയിലാണ് കോടതി ചില സംശയങ്ങൾ ഉന്നയിച്ചത്. സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ജഡ്ജിമാരുടെ മനസ്സിൽ അവരുടെ മനസാക്ഷിക്കും നിയമത്തിനും അനുസരിച്ച് ആ സംശയങ്ങളുടെ ആനുകൂല്യം പോകേണ്ടത് പ്രതിക്ക് തന്നെയാണ്. അത് വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതിയിൽ ആകെ തന്നെ നിലനിൽക്കുന്ന കീഴ്വഴക്കങ്ങളുടെയും കൂടെ ഒരു അടിസ്ഥാനത്തിലാണ്. നിയമത്തിന്റെയും ഒരു കീഴ്വഴക്കം പ്രീസിഡൻസ് ഒത്തിരിയുണ്ട്. അതുകൊണ്ട് ഈ ജസ്റ്റിസ് മാർക്കണ്ഡേയ കാഴ്ചു ഇപ്പൊ നടത്തിയിരിക്കുന്ന പ്രസ്താവനയെ അദ്ദേഹത്തിന് വിളിച്ചു വരുത്തുമ്പോൾ തന്നെ കേൾക്കണമോ എന്നുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു തടസ്സവാദം അതിലുണ്ട്. അപ്പോൾ ജഡ്ജിമാർ ഇത് എങ്ങനെ കേൾക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ 2-3 തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ശ്രീ ഉദയഭാനു, ഇക്കാര്യത്തിൽ നമുക്കറിയാമല്ലോ, അന്ന് കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല പ്രോസിക്യൂഷന് എന്നതാണ്. പഠിക്കാത്തത് കൊണ്ടാണ് എന്ന വിമർശനം സൗമ്യയുടെ അമ്മ അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചു. പക്ഷേ സാഹചര്യ തെളിവുകൾ, ലഭ്യമായ വിവരങ്ങൾ, ഇനി അതിൽ പുതിയ വിവരങ്ങൾ തേടുക അസാധ്യവുമാണ്. ഏതെങ്കിലും പുതിയ വിവരങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ കേസിൽ വധശിക്ഷ പുനഃസ്ഥാപിക്കാനുള്ള സാധ്യത തുലവും കുറഞ്ഞുവെന്നാണോ താങ്കളും പറയുക? തീർച്ചയായിട്ടും അത് അന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പ്രോസിക്യൂഷൻ പഠിക്കാതിരുന്നുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് പുറമേക്ക് ആരെങ്കിലും പറയുന്നുണ്ട്. ഞാനത് വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇല്ലാത്ത ഒരു തെളിവ് ഒരു റിട്ടയർ ചെയ്ത ജഡ്ജി അഭിഭാഷകരായിട്ട് വരുമ്പോൾ എവിടെ നിർത്തി ഹാജരാക്കാനാ? ഒരു സാധാരണ അഭിഭാഷകർ ഒരു പക്ഷേ ഇല്ലാത്ത തെളിവും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുകയും അതിനു വേണ്ടിയിട്ട് നിലനിൽക്കുകയും പിന്നെ ഇതാണ് ശരി, താൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്നുള്ള വാദമുഖങ്ങൾ കൊണ്ടുവരും. പക്ഷേ വളരെ പക്വതയാർന്ന ഒട്ടനവധി കാലത്തെ ജുഡീഷ്യൽ അനുഭവങ്ങളും അതേപോലെ തന്നെ ഒരു അഭിഭാഷകൻ എന്ന നിലയിലുള്ള പക്വതയുള്ള സമീപനവും ഉള്ള ഒരു ജഡ്ജി, റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം അഭിഭാഷകരായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കാണിക്കേണ്ട തൊഴിൽപരമായിട്ടുള്ള പക്വതയുടെ വിഷയമുണ്ട്. ആ പക്വത ഒന്നുകൊണ്ട് മാത്രമാണ് വീണെടുത്ത് കിടന്ന് ഉരുളാതെ ഈ കാര്യത്തിൽ വേണ്ടത്ര തെളിവുകളില്ല എന്ന പ്രോസിക്യൂഷൻ രേഖകളിലുള്ള സത്യസന്ധമായ വസ്തുത കോടതിയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് മറുപടി പറയാൻ കഴിയാതെ പോകുന്നത് ഒരുപക്ഷെ പെട്ടെന്ന് വേർത്തത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് പറയാൻ കഴിയാതെ വന്ന് വിക്കൽ വന്നോ അതുകൊണ്ടോ ഒന്നുമല്ല. അപ്പോൾ അവസാനമായി ഞാനൊരു കാര്യം കൂടി ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ. ശ്രീ ഉദയഭാനു, ഇക്കാര്യത്തിൽ നമ്മുടെ 2 കീഴ്ക്കോടതികൾ നടത്തിയിട്ടുള്ള വിധി പ്രസ്താവങ്ങളുടെ വിശദാംശങ്ങൾ നമുക്കറിയാമല്ലോ. അവയൊക്കെ കേരളത്തിലെ പൊതുമനസാക്ഷിയുടെ താല്പര്യങ്ങൾക്ക് വഴിപ്പെട്ടുകൂടി ചെയ്തതാണ് എന്ന് വിമർശിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ നിഷാദ്, ഒരു പരിധിവരെ നിഷാദിന്റെ ആ വിമർശനം പൂർണ്ണമായിട്ടും ശരി തന്നെയാണ്. അത് വസ്തുതാപരമായി ഏത് ഘട്ടത്തിലാണ് അങ്ങനെ ഉണ്ടായത് അല്ലെങ്കിൽ പ്രതിഭാഗം അഭിഭാഷകൻ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇത് കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള തങ്ങൾക്ക് അനുകൂലമായി എടുക്കാൻ കഴിയാതെ പോയ സാഹചര്യങ്ങളിൽ ജഡ്ജിമാർ അങ്ങനെ വിധിക്കാൻ എടുത്തതാണോ എന്നുള്ള കാര്യത്തെ വീണ്ടും പരിശോധിക്കുന്നത്.
മാത്രമല്ല ഇത് 3 ജഡ്ജിമാര് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഭരണഘടന അത്തരത്തിലുള്ള ഒരു വലിയ ഉത്തരവാദിത്തത്തോട് അവർ പരിശോധിക്കുന്നത്. അത് അങ്ങനെ പരിശോധിക്കുന്നത് ശരിയാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ കാര്യത്തിൽ നമ്മൾ പ്രോസിക്യൂഷനെ വിമർശിക്കുകയാണല്ലോ, പക്ഷേ ഈ ബെഞ്ചിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുകയാണ് അഭിഭാഷകനായ ശ്രീ ഉദയഭാനു, രഞ്ജൻ ഗൊഗോയ്, യു ലളിത്. ഇവരൊക്കെ ദീർഘകാലത്തെ ക്രിമിനൽ അഭിഭാഷക പരിചയത്തിന്റെ സമ്പത്തുള്ളവരാണ്. അങ്ങനെയുള്ള ഒരു ബെഞ്ചിലേക്കാണ് നമ്മൾ ഈ കേസുമായി നമ്മുടെ പ്രോസിക്യൂഷൻ പോകുന്നത് എന്നത് ആലോചിക്കണം. സ്വാഭാവികമായും വധശിക്ഷ വിധിക്കപ്പെട്ട ഒന്നാണ്. കോടതി പരമാവധി ആഴത്തിലും വിശദമായും ഈ കേസ് പരിശോധിക്കും, ഉണ്ടായി വരുന്ന സംശയങ്ങളെല്ലാം ഉന്നയിക്കും. അങ്ങനെ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതിക്ക് കേരളത്തിലെ പൊതുമനസാക്ഷിയുടെ വൈകാരിക അംശം പരിഗണനയ്ക്കെടുക്കേണ്ട ഒരു കാര്യവുമില്ല. താഴെ കോടതിയിൽ അങ്ങനെ പരിഗണിക്കപ്പെട്ടു എന്ന വിമർശനം നിലനിൽക്കുമ്പോൾ തന്നെ അപ്പോൾ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടും. തൃപ്തികരമായി ഉത്തരം കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ കെട്ടുറപ്പുള്ളതല്ല നമ്മുടെ പ്രോസിക്യൂഷൻ്റെ വാദം. അതെല്ലാവരും സമ്മതിക്കുകയാണ്, നിയമപരിജ്ഞാനമുള്ളവർ. പിന്നെ നമ്മൾ പ്രോസിക്യൂഷനെ വിമർശിക്കുന്നതിൽ കഥ എന്താണുള്ളത്? വലിയ നിയമപരിജ്ഞാനമില്ലെങ്കിലും അത്യാവശ്യം നിയമം ഇപ്പോഴും ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ നോക്കിക്കാണുന്ന ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഈ കേസിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ബെഞ്ചിനപ്പുറത്തേക്ക് ഒരു ലാർജർ ബെഞ്ച്, സുപ്രീം കോടതിയുടെ ഒരു ലാർജർ ബെഞ്ച് ഈ കേസിന്റെ റിവ്യൂ പെറ്റീഷൻ കേട്ടാൽ പുരോഗതി ഉണ്ടാകും എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. മാത്രവുമല്ല, കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ വികാരത്തിനനുസരിച്ച് മാത്രമാണ് തൃശൂർ അതിവേഗ കോടതിയും അതുപോലെ തന്നെ കേരളത്തിന്റെ പരമോന്നത നീതിപീഠമായ കേരള ഹൈക്കോടതിയും ഈ കേസിൽ വിധി പ്രസ്താവിച്ചത് എന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ടാകും. ലാർജർ ബെഞ്ച് കേസ് പരിഗണിച്ചാൽ ഇക്കാര്യത്തിൽ വിധിമാറ്റം ഉണ്ടാകുമെന്ന് കരുതാൻ നമ്മുടെ കയ്യിൽ എന്ത് യുക്തിസഹമായ തെളിവുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ മുറിവ് എങ്ങനെ ഉണ്ടായി? കൊലക്കുറ്റം തെളിയിക്കാൻ ആവശ്യമായ തെളിവുണ്ടെങ്കിൽ കാണട്ടെ എന്ന് കോടതി ചോദിക്കുകയാണ്. ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ. നാളെ ലാർജർ ബെഞ്ചും അത് ചോദിച്ചാൽ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ നിലനിൽക്കുന്ന തെളിവുകളില്ല എന്ന് വന്നാൽ പിന്നെ എങ്ങനെയാണ് നമുക്കിത് സ്ഥാപിക്കാൻ കഴിയുക? സാറ്റിസ്ഫാക്ടറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന നിലയ്ക്കുള്ള കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഇഞ്ചുറി നമ്പർ 1 പ്രൂവ് ചെയ്തു, ഹൈക്കോടതി സുപ്രീം കോടതി അത് അംഗീകരിച്ചു. അതുപോലെ റേപ്പ് അത് പ്രൂവ് ചെയ്തു, സുപ്രീം കോടതി അത് അംഗീകരിച്ചു. ആകെ എടുത്തു ചാടിയതാണോ സ്വയം പോയതാണോ തള്ളിയിട്ടതാണോ അവിടെ മാത്രമാണ് സംശയം പറയുന്നത്. 4ാം സാക്ഷിയെ എന്തിന് പ്രോസിക്യൂഷൻ സാക്ഷിയാക്കി എന്ന് ചോദിക്കുന്നവർ, നമുക്കറിയാം 4ാം സാക്ഷി ടോമി ദേവസ്യ ആ ട്രെയിനിൽ നിന്ന് വള്ളത്തോർ നഗറിൽ ഇറങ്ങി ഇങ്ങനെ ഒരു പെൺകുട്ടി അതിനകത്തുണ്ടായിരുന്നു, ആ കുട്ടി ഇല്ല എന്ന് മനസ്സിലായപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് വിവരം കൊടുത്ത ഒറ്റ കാര്യം കൊണ്ടാണ് പിന്നീട് അന്വേഷിച്ച് പോലീസ് ആ കുട്ടിയെ കണ്ടുപിടിച്ചത്. ഡിറ്റക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് ഈ 4ാം സാക്ഷിയുടെ മൊഴിയാണ്. അല്ലെങ്കിൽ ആര് കണ്ടുപിടിക്കും, ആരറിയും? പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ഒരുപക്ഷെ അറിഞ്ഞാലായി അറിഞ്ഞില്ലേലായി. ഈ കുഞ്ഞിന്റെ ജീവൻ ഒരു തുടുപ്പെങ്കിലും അവശേഷിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഒരു സാക്ഷിയെ പ്രോസിക്യൂഷൻ സാക്ഷിയാക്കുമ്പോൾ നിശ്ചയമായും പ്രോസിക്യൂഷൻ അതിനെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പ്രൂവ് ചെയ്യാൻ ഒരു കേസ് ഉണ്ടായിരിക്കും. ഇവിടെ പറയുന്നത് അഡ്വക്കേറ്റ് ആളൂർ പറയുകയുണ്ടായി, ഒരു ജീവൻ എടുക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി കുറച്ചുകൂടി ജീവൻ രക്ഷിക്കാനാണെങ്കിൽ സുപ്രീം കോടതി കൂടുതൽ ജാഗ്രത കാണിക്കുക, ഇത് അത്രയും അല്ലല്ലോ എന്ന് ഞാൻ ചോദിക്കട്ടെ. എടുക്കപ്പെട്ട ജീവൻ, സൗമ്യയുടെ ജീവൻ ഒരു വിലയുമില്ലേ? അഡ്വക്കേറ്റ് ആളൂർ പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ അഭിഭാഷക വൃത്തിക്ക് വേണ്ടി മാത്രം അത് പറയാം. പക്ഷേ ഇവിടെ പൊതുസമൂഹത്തിന്റെ വികാരമൊന്നുമല്ല. ഈ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടാൽ, ആ ആക്രമണത്തിന്റെ ഫലമായിട്ട് അവൾ മരണപ്പെട്ടാൽ ശിക്ഷയുണ്ടാകണം. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മാത്രമുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് കേസുകളൊന്നും ശിക്ഷിക്കാൻ പറ്റത്തില്ലെങ്കിൽ തെളിവുകളെല്ലാം ശേഷിപ്പിച്ചിട്ടൊന്നും അല്ലല്ലോ ഇത്തരം കുറ്റകൃത്യങ്ങൾ വിശേഷിച്ച് ഇക്കാര്യത്തിൽ ഇനിയിപ്പോ സംസ്ഥാന സർക്കാരിന്റെ പുനർവാദങ്ങൾ മുഴുവൻ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ വാദം അനുവദിക്കില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. നവംബർ 11 കഡ്ജുവിനെ മാത്രമാണ് കേൾക്കാനുള്ളത്. ഇവിടെ ഈ പുനഃപരിശോധനാ ഹർജിയും തള്ളിപ്പോവുകയും ഒരു നിലയ്ക്കും വധശിക്ഷ ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന പുതിയ വാദങ്ങളും തെളിവുകളും അവതരിപ്പിക്കാൻ കഴിയാത്ത വിധം നിരായുധരായി പ്രോസിക്യൂഷൻ മാറി എന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഇവിടെ പ്രശ്നം ആത്മവിശ്വാസത്തിൻ്റേതല്ല. ഇവിടെ തെളിവുകൾ നൽകുന്നതിൽ അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ എത്തിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ബിന്ദു കൃഷ്ണ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇവിടെ വികാരത്തിനും അല്ലെങ്കിൽ മറ്റൊരു വസ്തുതയ്ക്കും യാതൊരു യുക്തിയുമില്ല. കാരണം ഇതാണ്, ഒരു കേസ് നടക്കുക എന്നുള്ളത് സെക്ഷൻ 300 തന്നെ ഒരാളുടെ ജീവൻ എടുക്കുക എന്ന് തന്നെയാണ്. അത് ഡയബോളിക് ആക്റ്റാണ്. അത് തീർച്ചയായിട്ടും നടന്നതുകൊണ്ടാണ് ഈ പറയുന്ന അതിവേഗ കോടതിയിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും കേസ് എത്തിയത്.
ഇത് ഒരു വ്യക്തി ചെയ്ത കുറ്റം, ഈ ഒരു കുറ്റത്തെ അത്ര ഒരു ഗൗരവത്തിൽ കാണുന്നതിനേക്കാൾ ഉപരിയായി ഏതൊരു മർഡർ നടക്കുമ്പോഴും അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാകും. ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി കണ്ടെത്തിയ ഒരേ ഒരു ലക്ഷ്യം എന്തായിരുന്നു? ഈ കേസിൽ കുറ്റം ചെയ്യാൻ ഈ വ്യക്തിയെ പ്രേരിപ്പിച്ചത് എന്താണ്? ഇതൊക്കെയാണ് സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്നത്. ഒരാളെ ശിക്ഷിക്കുന്നതിന് ഈ സാഹചര്യ തെളിവുകൾ മാത്രം മതിയോ? അങ്ങനെയാണെങ്കിൽ ഒരു ഡയറക്റ്റ് എവിഡൻസ്, ഞാനൊരു കേസ് നടത്തിയ കേസിൽ ഡയറക്റ്റ് എവിഡൻസ് ഉള്ള ഒരു കേസിൽ ട്രയൽ കോടതി അവസാനമായിട്ട് പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ഒരു കാര്യം പോലും ചോദിച്ചില്ല. കാരണം ഏറ്റവും കുറഞ്ഞ ശിക്ഷ ജീവപര്യന്തം കൊടുക്കുകയാണ്. എന്നാൽ ഒരു കേസിൽ ഒരു വ്യക്തിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ, ഡെത്ത് പെനാൽറ്റി നൽകുമ്പോൾ അതിൽ ചിന്തിക്കേണ്ട കാര്യം ആ വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള പശ്ചാത്തലത്തും നോക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു ഡയറക്റ്റ് എവിഡൻസ് ഉള്ള ഒരു കേസല്ല. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ദുർബലമായ എവിഡൻസാണുള്ളത്. ഈ ദുർബലമായ എവിഡൻസുകൾ തന്നെ കെട്ടിച്ചമച്ചതാണ്. ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും മുറിവുകൾ തന്നെ കെട്ടിച്ചമച്ചതാണ്. ഇത് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ പറയുന്ന ഷെർലി വാസു ഈ പറയുന്ന രേഖകൾ മാറ്റിമറിച്ച് ഇതിൽ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ കണ്ടെത്തി ഈ പറഞ്ഞ രേഖകളിൽ 1ഉം 2ഉം മുറിവുകൾ ഉണ്ടാക്കിയെടുത്തു. ഇവിടെ സത്യത്തിൽ കേരള ജനത ഒരു കാര്യം കൂടി, ഞാനൊരു മലയാളി ആണെങ്കിൽ പോലും ഞാൻ പറയുന്നു, ഈ പറയുന്ന വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ്റെ പരിസമാപ്തിയാണ് പരമോന്നത കോടതി എല്ലാ ഭാഗങ്ങളും പഠിച്ച് അഡ്വക്കേറ്റ് ഉദയഭാനു പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നു, എല്ലാ ഭാഗങ്ങളും പഠിച്ച് കേസിനെ പൂർണ്ണമായി പഠിച്ച് ഞാൻ ഈ പറയുന്ന കോടതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നൽകിയ എല്ലാ വാദമുഖങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ട രീതിയിൽ ഈ കേസിലെ തെളിവുകൾ അവതരിപ്പിച്ചിരുന്നു. ആ അവതരിപ്പിച്ച തെളിവുകൾ പൂർണ്ണമായും കോടതി അതിൻ്റെ ഡെപ്തിലേക്ക് ആഴത്തിലേക്ക് കടന്നെത്തി ഒരു കുറ്റം തെളിയിക്കുന്ന യാതൊരു തെളിവുകളും ഇല്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഉദയഭാനു, ഇക്കാര്യത്തിൽ നിയമത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ചെയ്തത് എന്ന വിമർശനമാണ് മാർക്കണ്ഡേയ കട്ജു ഉന്നയിച്ചത്. ഗോവിന്ദചാമിയുടെ പൊട്ടിപ്പോയ ബട്ടൺ കമ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയില്ലേ? സൗമ്യയുടെ മുടിയിൽ ചൂടുന്ന ക്ലിപ്പിന്റെ കഷ്ണം കിട്ടി. ഗോവിന്ദചാമിയുടെ ഷർട്ടിൽ നിന്ന് കിട്ടിയ രക്തം സൗമ്യയുടേതാണ്. ബീജം കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ തെളിവാണ്. അത് പരിഗണിച്ചില്ല എന്ന്. ഒപ്പം തന്നെ മരണകാരണമായേക്കാവുന്ന മുറിവുകൾ ട്രെയിനിനുള്ളിൽ വെച്ച് തന്നെ ഗോവിന്ദചാമി സൗമ്യയുടെ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് അകത്തു നിന്ന് നിലവിളിയും കരച്ചിലും കേട്ടുവെന്ന സാക്ഷിമൊഴികൾ കൂടി പരിഗണിക്കേണ്ടതാണ്. അല്ലാതെ കുട്ടി ചാടുന്നത് കണ്ടുവെന്ന മധ്യവയസ്കൻ്റെ മൊഴി മാത്രം പരിഗണിച്ചാൽ പോരാ എന്നതാണ്. കൊല നടത്താനുള്ള ഉദ്ദേശം ഇല്ലെങ്കിൽ കൂടി 300-ാം വകുപ്പിലെ 3 നിർവചനങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞാൽ അതിൽ കൊലക്കുറ്റം കൊണ്ടുവരാൻ കഴിയും ഇത്തരമൊരു കേസിൽ എന്നാണ് ദീർഘകാലത്തെ അനുഭവ പരിജ്ഞാനമുള്ള മാർക്കണ്ഡേയ കട്ജു പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജഡ്ജിയായിരുന്നെങ്കിൽ ഇതിൽ കൊലക്കുറ്റം വിധിച്ചേനെന്ന്. ആ പോയിന്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും അവശേഷിക്കുന്നില്ല എന്നാണോ കട്ജു നേരിട്ടെത്തിയാലും? നിഷാദ്, ഇതെല്ലാം വെറും നിരുത്തരവാദമായിട്ടുള്ള ഒരു റിട്ടയർ ചെയ്ത ജഡ്ജിമാരുടെ ഒരു ജൽപ്പനം മാത്രമാണ്. അവർ ഈ കേസിലെ രേഖകൾ കാണാതെ ഞാൻ ജഡ്ജിയായിരുന്നെങ്കിൽ ശിക്ഷിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത് എത്ര നിരുത്തരവാദപരമായ സമീപനമാണ്. ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മിസ്റ്റർ ആളൂർ ഒഴികെ നമ്മൾ ആരും തന്നെ ഈ കേസിലെ തെളിവുകളുടെ ഒരു രേഖയെ കാണാത്തവരാണ്. ഒരുപക്ഷെ ശ്രീമതി ബിന്ദു കൃഷ്ണ വിധിന്യായം കണ്ടിട്ടുണ്ടാവും സുപ്രീം കോടതിയിലെ, അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ, അതല്ലെങ്കിൽ വിചാരണ കോടതിയിലെ. ഞാൻ ആകെ കണ്ടിട്ടുള്ളത് ഇതിന്റെ സുപ്രീം കോടതി വിധിന്യായം മാത്രമാണ്. അതിൽ നിന്നും നമ്മൾ നടത്തുന്ന ഒരു അക്കാദമിക് എക്സസൈസ് മാത്രമാണ് ഈ ചർച്ചയിൽ ഉടനീളം ഉള്ളത്. അതേപോലെ തന്നെയാണ് ശ്രീ മാർക്കണ്ഡേയ കട്ജു നടത്തിയത്. അദ്ദേഹം കുറേ കൂടെ പക്വതയോടെ സമീപനം നടത്തേണ്ടതായിരുന്നു. വിധിയുടെ തെളിവുകൾ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം പറയേണ്ടതായിരുന്നു. അദ്ദേഹമായിരുന്നു ജഡ്ജിയെങ്കിൽ ഈ കേസിൽ ശിക്ഷിക്കുമായിരുന്നെല്ലാം പറയുന്നത് കയ്യടി നേടാൻ വേണ്ടി പറഞ്ഞു എന്ന നിലയ്ക്ക് ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അത് തെറ്റു പറയാൻ കഴിയില്ല എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഒരു കേസില് ഒരു പ്രതിയെ ശിക്ഷിക്കണമെങ്കിൽ ഒരു വട്ടമല്ല 100 വട്ടം അത് ബോധ്യപ്പെടുന്ന തെളിവിലേക്ക് എത്തണം. ഇവിടെ മോശക്കാരനാണ്, സൗമ്യ എന്ന പെൺകുട്ടിയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി, ആ കുട്ടിക്ക് നീതി കൊടുക്കണം, ആ കുട്ടിയുടെ അമ്മയ്ക്ക് നീതി കൊടുക്കണം. ഇതെല്ലാം ശരിയാ. വൈകാരികമായിട്ട് നാം ഇതിനെ സമീപിക്കാതെ നിയമപരമായി സമീപിച്ചാൽ ഈ കേസിലെ വിധിയിൽ വലിയ തെറ്റുകൾ ഉണ്ട് എന്ന് കാണാൻ വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ സുപ്രീം കോടതിയിലെ വിധിന്യായം മാത്രം കണ്ടുകൊണ്ട് പറയുന്നു. അപ്പൊ ഈ കീഴ്ക്കോടതിയിലെ പ്രോസിക്യൂട്ടറോട് കൺസൾട്ട് ചെയ്യാത്തതൊക്കെ വലിയ പിഴവാണെന്ന വിമർശനത്തിൽ ഒരു കഥയുമില്ല എന്നാണ്. ഒരു കഥയുമില്ല. കീഴ്ക്കോടതിയിലെ പ്രോസിക്യൂട്ടറോട് ചോദിച്ചിട്ടാണോ സുപ്രീം കോടതിയിലെ കേസ് നടത്തുന്നത്? അവിടെ നിയമപ്രശ്നങ്ങൾ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്.
ഈ പറയുന്ന വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സുപ്രീം കോടതിയിലെ വാദം കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. സുപ്രീം കോടതിയിലെ വാദം കേൾക്കുമ്പോൾ ഈ മഹസർ അനുസരിച്ച് ഉള്ള വാദവും അതുപോലെ തന്നെ ബാക്കി റെക്കോർഡുകൾ വെച്ചുള്ള വാദം മാത്രമല്ല, നിയമപരമായി ഒരാളെ തൂക്കിക്കൊല്ലത്തക്ക രീതിയിലുള്ള പര്യാപ്തമായ തെളിവുകൾ പ്രോസിക്യൂഷന് വിചാരണാ സമയത്തോ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, ആ കഴിയുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ഈ കേസിലേക്ക് ഒരു പ്രിൻസിപ്പിളിലേക്ക് അപ്ലൈ ചെയ്യാൻ പ്രയോഗിക്കുവാൻ വിചാരണ ഹൈക്കോടതി എന്നിവ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൽ പോരായ്മകളുണ്ട് എന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ പോരായ്മകൾ ഈ കേസിന്റെ വസ്തുതകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ ആരോപണങ്ങൾ ശരിക്കുന്നതല്ലേ? ഇത്തരം കാര്യങ്ങൾ അവിടെ പരിശോധിക്കുന്നത് വിചാരണ കോടതിയുടെ. അതാണ് സൗമ്യയുടെ അമ്മ തുടരുകയാണ്. ശ്രീമതി സുമതി, ഇത്തരം വിശകലനങ്ങളൊക്കെ താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ. ശ്രീമതി സുമതി, ഇവിടെ അഡ്വക്കേറ്റ് ഉദയഭാനുവിനെ പോലെ ഒരു അഭിഭാഷകൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിലുള്ള നമ്മുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി സുപ്രീം കോടതിയിലെ തിരുത്തൽ ഹർജിയിലും ഒരു പ്രതീക്ഷയ്ക്കും ഇടയില്ല. മാർക്കണ്ഡേയ കഡ്ജുവിൻ്റെ വാദങ്ങളൊന്നും നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തു തോന്നുന്നു? എന്തോ പറഞ്ഞോട്ടെ, അവർ പറയേണ്ടതെല്ലാം പറയട്ടെ. ഇപ്പം ആ ജഡ്ജി വന്നിപ്പോ ഇതിൽ ഹാജരായി കാര്യങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയൊരു സന്തോഷം. തൃപ്തി എനിക്കിനി ഒന്നാമത് അവരുടെ കൂടെ സംസാരിക്കാൻ ഞാൻ എനിക്ക് മാനസികതയ്ക്ക് വയ്യായി വരും. അത് കാരണം കൊണ്ട് എന്നെ വിളിക്കരുത്. ശരി, നന്ദി. താങ്കളുടെ പ്രതികരണത്തിൽ താങ്കളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇക്കാര്യത്തിൽ തുടക്കത്തിലേ ഉണ്ടായ വലിയ വീഴ്ചകളുടെ അനന്തരഫലം ഇപ്പോൾ കോടതികളിൽ അനുഭവിക്കുന്നു നമ്മൾ എന്നാണ് എല്ലാവരും ഉന്നയിക്കുന്ന വിമർശനം. ഇവിടെ കേരളത്തിൽ സൗമ്യ വധക്കേസ് വലിയ കോളിളക്കമുണ്ടായി. ആ കോളിളക്കത്തിൽ ഒരു ഒഴുക്കിൻ്റെ പിന്നാലെ വളരെ ലാഘവത്തോടെ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിക്കുന്നതിൽ ആ തെളിവുകൾ കോടതികളിലും പരമോന്നത കോടതിയിലുമൊക്കെ നിലനിൽക്കുന്നതാണോ എന്ന് ആഴത്തിൽ ഇഴകീറി പരിശോധിച്ച് അതിനെ ക്രോഡീകരിക്കുന്നതിലൊക്കെ അങ്ങേയറ്റം ഉദാസീനമായ ലാഘവത്തോടെയുള്ള സമീപനം സ്വീകരിച്ചു. കാരണം പൊതുമനസാക്ഷി ഒന്നാകെ ഈ കേസിൽ ഗോവിന്ദച്ചാമിക്കെതിരാണ്. നിയമപീഠങ്ങളിലൂടെയും ഇത് ഈസിയായി തങ്ങളുടെ വാദം അവതരിപ്പിച്ച് പോകാമെന്ന് കരുതിയതിൻ്റെ ദുരന്തഫലമാണോ ഇത്? അല്ല, ഈ കേസിനകത്ത് നമ്മൾ പോലീസിന് വീഴ്ച പറ്റിയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വീഴ്ചയല്ല, പോലീസിൻ്റെ അറിവ് കുറവുകൊണ്ടായിരിക്കാം, പ്രോസിക്യൂഷനെ പറ്റിയുള്ള അറിവ് കുറവുകൊണ്ടായിരിക്കാം. അവിടെ നമുക്കറിയാം, ഇതിനകത്ത് സൗമ്യ നിലവിളിച്ചു എന്ന് പറയുന്നുണ്ട്. അതൊരു സെക്കൻഡറി എവിഡൻസ്, അത് കേട്ടു, അത് വെളിയിൽ ആരോ കേട്ടിരിക്കുന്നു. പക്ഷേ അകത്ത് എന്താണെന്ന് ട്രെയിനകത്ത് നടന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതിന് ചില ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക്. പ്രോസിക്യൂഷൻ അത് കവർ ചെയ്യണമായിരുന്നു, അത് കവർ ചെയ്തിട്ടില്ല ഈ കേസിനകത്ത്. അതുകൊണ്ട് ഇനി സുപ്രീം കോടതി ഇത് മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കുണ്ടായ വീഴ്ചയെന്ന് ഞാൻ പറയണത്, ട്രെയിനകത്ത് വെച്ച് ഒരു കുട്ടി ചാടിപ്പോയെന്ന് ഒരു ഇൻഡയറക്റ്റ് ഒരാൾ പറഞ്ഞെങ്കിൽ അത് സെക്ഷൻ 6 എവിഡൻസ് ആക്ട് തെളിവ് നിയമം 6 അനുസരിച്ച് ഒരു സംഭവത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരു കുട്ടി വെളിയിലോട്ട് ചാടിയെന്ന് പറഞ്ഞാൽ ആ കുട്ടി പിന്നീട് മരിച്ചു എന്നുള്ളൊരു സംഭവത്തിൻ്റെ ഒരു സാക്ഷി പറഞ്ഞതിൻ്റെ ഒരു ഭാഗമാണ്. അത് സുപ്രീം കോടതിക്ക് സെക്ഷൻ 6 തള്ളിക്കളയാൻ പറ്റില്ല ഈ കേസിനകത്ത്. അതുകൊണ്ട് ഒരാൾ ആ കുട്ടി രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞതിന് വളരെ അർത്ഥമുണ്ട്. ആ പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ എന്ന് പറയുമെന്ന്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്കിനി വ്യതിചലിക്കാനൊന്നും പറ്റില്ല. പുതിയൊരു എവിഡൻസ്, ഒരു ആർഗ്യുമെൻറ്റ് സുപ്രീം കോടതി കൊണ്ടുവരാനും പറ്റില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, സുപ്രീം കോടതി ഞാൻ ഭയപ്പെടുന്നത് ഇതിനകത്ത് ജസ്റ്റിസ് കഡ്ജു സുപ്രീം കോടതി ഹാജരാകുമ്പോൾ അദ്ദേഹം ഈ കേസ് നന്നായിട്ട് പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വിമർശനം താങ്കൾ ഉന്നയിക്കുകയാണ്. ശ്രീമതി ബിന്ദുകൃഷ്ണ, ഈ കാര്യത്തിൽ താങ്കളും ആവശ്യപ്പെടുന്ന ഒരു ലാർജർ ബെഞ്ചിലേക്ക് കാര്യങ്ങൾ പോകണമെന്നതാണല്ലോ. അതിന്റെ അർത്ഥം ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ച്, ഈ രഞ്ജൻ ഗൊഗോയും യു ലളിതും അടങ്ങുന്ന 3-അംഗ ഡിവിഷൻ ബെഞ്ചിൽ ഈ കേസ് പുനഃപരിശോധനാ ഹർജി കേട്ടതിന് ശേഷവും നമുക്ക് അനുകൂലമായി വിധി വരില്ല എന്ന നിരാശയിൽ നിന്നാണോ ലാർജർ ബെഞ്ചിലേക്ക് കാര്യങ്ങൾ പോകണം? കാരണം നമുക്ക് ഇവിടെ വ്യക്തതയുടെ കാര്യങ്ങൾ ഇപ്പോഴും പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലും അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന നിരാശയിലാണോ ആ ആവശ്യം ഉന്നയിക്കുന്നത്? ഒരിക്കലുമല്ല. റിവ്യൂ എന്ന് പറയുന്ന ക്രിമിനൽ ഇതിന്റെ പ്രൊസീജിയർ, ആ പ്രൊസീജിയറിന്റെ സുപ്രീം കോടതിയിൽ ഇന്ന് വരെയുള്ള ചരിത്രം എടുത്ത് നോക്കിയാൽ റിവ്യൂവിന്റെ സാധ്യതകൾ ഏതൊക്കെയാണ് എന്നുള്ളത് മുൻവിധി പ്രീസിഡൻസിൽ കൂടെ മനസ്സിലാക്കിയ ഇപ്പോഴും ഒരു നിയമരംഗത്ത് വിദ്യാർത്ഥിനിയായി തന്നെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ അക്കാഡമിക് ഇൻട്രസ്റ്റിലാണ് ഞാൻ അത് പറഞ്ഞത്. അല്ലാതെ നിരാശയുടെ പ്രശ്നമല്ല.
നിരാശയുടെ പ്രശ്നമെന്ന് പറയുന്നത് നേരത്തെ ഉദയഭാനു സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അഡ്വക്കേറ്റ് തോമസ് പി ജോസഫ് അദ്ദേഹം വളരെ പക്വതയോടുകൂടി ഇടപെട്ടത് കൊണ്ടാണ്, അല്ലാതെ ഒരു പ്രശ്നവുമില്ല എന്ന്. പക്ഷേ പക്വത എന്ന് പറയുന്നത് സ്വന്തം കക്ഷിയുടെ കേസ് കോടതി ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയുവാൻ തക്കവണ്ണം, എങ്കിൽ പിന്നെ നിഷേധിച്ചിട്ടില്ല ഉത്തരം പറഞ്ഞ അഡ്വക്കേറ്റ് ആളൂർ ഇവിടെ ഉണ്ടല്ലോ. പല ചോദ്യങ്ങളും കോടതി ചോദിച്ചപ്പോൾ ഉത്തരം പറയാതിരുന്നു എന്നത് കേവലം മാധ്യമ വാർത്തയ്ക്ക് അപ്പുറത്തുള്ളൊരു സംഗതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിയമം കാര്യമായി അറിയാമെങ്കിലും ഓരോ കേസിനെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഈച്ച് ആൻഡ് എവരി, വിശേഷിച്ചും ഈ കേസിലെ ഏറ്റവും കൂടുതൽ സാക്ഷിമൊഴികൾ ഉള്ളതും മെറ്റീരിയൽ എവിഡൻസസ് ഒക്കെ ഉള്ള ഒരു കേസ് എന്ന നിലയിൽ അതിൽ ഈച്ച് ആൻഡ് എവറി പോയിന്റ് കോടതി ചോദിച്ചാൽ പറയാൻ തക്കവണ്ണം ആയിരുന്നില്ല എന്നറിയാം. അതിന് ഉപോത്ബലകമായി അതിന് മറ്റൊരു വാദം കൂടി പറയാമല്ലോ ശ്രീമതി ബിന്ദു കൃഷ്ണ. ഇത് കേരളത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയ കേസാണ്. വിചാരണ കോടതിയും ഹൈക്കോടതിയും ആ തരത്തിൽ ഇഴകീറി പരിശോധിക്കുകയോ ആ തരത്തിൽ നമ്മളെ പ്രതിരോധത്തിലാക്കുന്ന ഒരു തന്ത്രപ്രധാനമായ ചോദ്യം ചോദിക്കാതിരിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് നമ്മൾ ആ പോയിന്റ് വിട്ടുപോയി. പക്ഷേ മുകളിൽ ചെല്ലുമ്പോൾ കോടതി എല്ലാ വശവും പരിശോധിക്കുകയാണ്, അപ്രതീക്ഷിതമായ ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ നമ്മുടെ പിഴവായിരുന്നു. ആരും ചൂണ്ടിക്കാണിക്കാത്തത് കൊണ്ടും ആരും തിരിച്ചൊരു ചോദ്യം ചോദിക്കാത്തത് കൊണ്ടും ആ പിഴവ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയി എന്നതുകൂടി ഒരു വാദമുഖമായി പറയാമല്ലോ ഇവിടെ. ഒരു അഭിഭാഷകൻ കേസ് വാദിക്കുമ്പോൾ തനിക്ക് പറയാനുള്ള പോയിന്റ്സ് മാത്രമല്ല കരുതി വെക്കുന്നത്, മറിച്ച് എന്തൊക്കെ ചോദ്യങ്ങൾ തിരികെ ചോദിക്കാം എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ നിരീക്ഷണത്തോടും പഠനത്തോടും ശേഷം മാത്രമേ കോടതിയിൽ പോകാറുള്ളൂ അഭിഭാഷകര്. തിരിച്ച് ഏത് ചോദ്യം ചോദിച്ചാൽ ആ നിയമത്തിന്റെ സാധ്യതകൾ, വിശേഷിച്ചും അപ്പീൽ കോടതികളിൽ എന്തൊക്കെ സാധ്യതകളുണ്ട്, അവിടെ ഫാക്ട്സ് ആണ്, ഫാക്ട്സിനപ്പുറത്തേക്ക് ലോയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങളും മനസ്സിലാക്കിയേ പോകത്തുള്ളൂ. ഈ കേസ് റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. റിവ്യൂ പെറ്റീഷൻ കൊടുത്തതിന് ശേഷം പോലും ഹാജരാകുമെന്ന് പറഞ്ഞ അഭിഭാഷകൻ സമയത്തില്ലായിരുന്നു. അഡ്വക്കേറ്റ് തുളസി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അതുപോലെ തന്നെ സൗമ്യയുടെ അമ്മയുടെ കേസ് അവർ ഏൽപ്പിച്ച അഭിഭാഷകനില്ലായിരുന്നു, മറ്റൊരു അഭിഭാഷകൻ ഹാജരായത്. ഈ കഴിഞ്ഞ ദിവസം പോലും എസ്.വി. സിംഗ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആണ് കൂടുതൽ കേസ് കൂടുതൽ സമയം ഇരുന്ന് പഠിച്ചത്. പിന്നീട് ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരമില്ലാതെ പോയത് ആ കേസിനെ കുറിച്ച് എല്ലാം അറിയാത്തത് കൊണ്ടാണോ, അതോ അങ്ങനെ ഒരു ചോദ്യം എപ്പോഴെങ്കിലും ഉണ്ടായാൽ കുടുങ്ങുമെന്ന് നേരത്തെ തൊട്ടേ പ്രോസിക്യൂഷൻ അറിയാമായിരുന്നോ? കാരണം ആ ലൂപ്പ് ഹോൾ അവിടെ കിടക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരമില്ലാത്തത് നമ്മുടെ കയ്യിൽ അത്ര ഉത്തരമില്ലാത്തത് കൊണ്ടല്ലേ? ആ ഉത്തരം പഠിച്ചാൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണോ? ഉദയഭാനു, ഇവിടെ ശ്രീമതി ബിന്ദു കൃഷ്ണ ഒരു അഭിഭാഷകന്റെ ചുമതലയെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ ശ്രീമതി ബിന്ദു കൃഷ്ണയോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പക്ഷെ എന്നാൽ നാം മനസ്സിലാക്കേണ്ട, ഇല്ലാത്തൊരു സാധനം എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? മാജിക്ക് പോലെയൊന്നും അല്ലല്ലോ വാദം എന്ന് പറയുന്നത്. നിലവിലുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് മാത്രമേ ഒരു അഭിഭാഷകനെ ചേരുംപിടി ചേർക്കാൻ കഴിയുകയുള്ളൂ. 2+3=5 എന്ന് പറയണമെങ്കിൽ ആ 2 ഉണ്ടാകണം, 3 ഉണ്ടാകണം. 5 എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ ഇല്ലാത്തൊരു കാര്യം അതിന്റെ ബാക്കി ന്യൂനതകളായിട്ട് കിടക്കും. ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ച പക്വത എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത്. ഒരു സാധാരണ അഭിഭാഷകനാണെങ്കിൽ ഒരുപക്ഷെ ഈ കോടതിയിൽ നമ്മൾ പറയാറുണ്ട് കണ്ടാഗ്രസ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണെന്ന്. കാരണം അപ്പൊ ഈ 2ഉം 3ഉം എവിടെയെന്ന വ്യക്തതയോടെയുള്ള ചോദ്യം നമ്മുടെ ഹൈക്കോടതിയോ വിചാരണ കോടതിയോ ചോദിച്ചില്ല. അവർക്ക് ആ സംശയ നിവാരണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. അല്ല, അത് എന്തുകൊണ്ട് എന്ന് നാം ഇപ്പൊ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഉചിതമല്ലാത്ത ചില, അല്ലെങ്കിൽ ആർക്ക് രുചിക്കാത്ത ചില നിഗമനങ്ങളിലേക്ക് എത്തേണ്ടി വരും. നമ്മളിപ്പോ അവിടെ അല്ലല്ലോ നിൽക്കുന്നത്. 2 കോടതികൾ വിജയം നേടി സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് നാം പരിശോധിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച 2 കാര്യങ്ങൾക്കും വളരെ വ്യക്തത വരുത്തി പോകേണ്ടത് ആവശ്യമായതുകൊണ്ട് അതുകൂടി പൂർണ്ണമാക്കാൻ ശ്രീ നിഷാദിനെ അനുവദിക്കണം. ഒന്ന്, ഇവിടെ അന്വേഷണ സംവിധാനത്തിൽ പിഴവുകൾ പറ്റി അവരുടെ അറിവില്ലായ്മ ഉണ്ടായിരുന്നു. യാതൊരു തരത്തിലുള്ള രേഖകളും പരിശോധിക്കാതെ കേവലം ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഒരു ഞാടടച്ച് പിടിവെക്കുന്ന പോലെ പറയുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഈ പ്രോസിക്യൂഷൻ ഇത് കോടതിയിൽ ഹാജരാക്കുന്ന അവസരത്തിൽ ഈ ന്യൂനതകൾ കുറയ്ക്കണമെന്നും 440 സാക്ഷികൾ ദൃക്സാക്ഷികളല്ല എന്നും മനസ്സിലാക്കി ഒരു കള്ളസാക്ഷിയെ വെക്കാനായിട്ട് കേരള പോലീസിലാണോ കഴിയാത്തത്? വേണമെങ്കിൽ ഒരു കള്ളസാക്ഷി അവിടെ പ്ലാൻ ചെയ്യാമായിരുന്നു. അന്വേഷണത്തിൽ എത്രയോ കേസുകളിൽ നാം ഇത് കണ്ടിട്ടുണ്ട്. ജസ്റ്റിസ് ഭട്ടിന്റെ ആത്മകഥ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹം വിചാരണ നടത്തി ശിക്ഷിക്കാനായിട്ട് ഒരു ശിക്ഷിച്ച കേസിലാണെന്ന് തോന്നുന്നു. പിന്നീട് മരണപ്പെട്ടയാൾ തിരിച്ചു വരുന്ന സംഭവം ഉണ്ടായി. അങ്ങനെയെല്ലാം കേസുകൾ ചാർജ് ചെയ്ത് കൊടുത്ത കേരള പോലീസ് നമുക്ക് മറക്കാനൊന്നും കഴിയില്ല. അപ്പൊ കൃത്യമായി യാതൊന്നും കാണിക്കാതെ പൂർണ്ണ സത്യസന്ധതയോടുകൂടി കേസുകൾ അവതരിപ്പിച്ചപ്പോ സ്വാഭാവികമായിട്ട് വന്ന പാളിച്ച അത് ജഡ്ജിമാർ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്തുമ്പോൾ ജുഡീഷ്യലായി എത്തിച്ചേർന്ന ചില തീരുമാനങ്ങളാണ്.
അത് ഒരു കേസിലെ അനിവാര്യമായിട്ടുള്ള ഒരു ഗതിവിഗതി മാത്രമാണ്. അതിന് പ്രോപ്പറായിട്ട് ഉത്തരം കണ്ടെത്താൻ നിയമപരമായിട്ട് തന്നെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക, അത് ബോധ്യപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ ചില വിശാലമായ അർത്ഥത്തിൽ അതാണ് ശ്രീ ജോർജ് ജോസഫ്, താങ്കൾക്ക് അറിയാമല്ലോ ഈ കേസിൽ നേരത്തെ ഉദയഭാനു ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മളെല്ലാ വശവും പരിശോധിച്ച് ഉണ്ടാക്കണമായിരുന്നു നമ്മുടെ വാദമുഖം എന്നത്. ഇനിയിപ്പോൾ ആവശ്യത്തിനൊരു സാക്ഷിയെ കുറവുണ്ടെങ്കിൽ ഒരു സാക്ഷിയെ പ്ലാൻ ചെയ്യണമായിരുന്നു എന്നതാണ്. അത്തരം നടപടികളിലേക്കൊന്നും പോകാത്തത് എന്തായിരിക്കാം പോലീസ്? ഈ കേസിലെ മുഴുവൻ കാര്യങ്ങളും ആഴത്തിൽ വിശകലനം ചെയ്ത് പഠിച്ച് അവതരിപ്പിക്കുന്നതിൽ കാണിച്ച വിമുഖത അതുതന്നെയാണല്ലോ വിമർശന വിധേയമായി വന്നതും. പോലീസിനാണോ ഈ കാര്യത്തിൽ പൂർണ്ണമായ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം? ഞാൻ ആ കാര്യത്തിൽ പറയണത് അഡ്വക്കേറ്റ് ഉദയഭാനുവിനോട് ഞാൻ ഡിഫർ ചെയ്യണം. ആ കാര്യത്തിൽ ഒരു കേസിനകത്ത് തെളിവ് ഏത് സ്വീകരിക്കണം, ഏത് തള്ളിക്കളയണം, ഏത് കൊള്ളണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കും. ഇതിനകത്ത് ആ 40ാമത്തെ സാക്ഷിയെ നമ്മൾ അതിനകത്ത് സാക്ഷിയാക്കാൻ പാടില്ലായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഡിസ്ക്രിപ്ഷൻ പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. വളരെയധികം അധികാരം ആ കാര്യത്തിൽ പോലീസ്. ഒരു സാക്ഷി പറയണത് അത് നമുക്ക് തോന്നും കൊള്ളാവുന്നു, പക്ഷെ അത് തള്ളിക്കളയാനുള്ള ആ ചാർജ് ഷീറ്റിനകത്ത് അത് ഉൾക്കൊള്ളിക്കാതെ ഇരിക്കാനുള്ള അധികാരം പോലീസ് ഉദ്യോഗസ്ഥൻ. അത് എന്തുകൊണ്ട് ഇവിടെ വിനിയോഗിച്ചില്ല? നമ്മൾ കള്ളസാക്ഷി ഉപയോഗിക്കേണ്ട അവിടെ. ഇങ്ങനെ ഈ സാക്ഷിയെ റിലേ ചെയ്യാതെ തള്ളിക്കളയായിരുന്നല്ലോ. അത് പ്രതിഭാഗം കൊണ്ടുവരട്ടെ, അപ്പോൾ അതിന് പക്ഷേ പോലീസ് റിലേ ചെയ്യുന്നില്ല. അതിന് അധികാരം CRPCക്കകത്ത് കിടക്കുകയാണ്. അത് വളരെ ഒരു ബൃഹത്തായ അധികാരമാണ് പോലീസിന്. എല്ലാം ഈ പറയുന്ന സാക്ഷികളെല്ലാം പറയണത് അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. അത് ആ കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിന് ആവശ്യമായ അതിന് യോജിക്കുന്ന തെളിവുകൾ മാത്രം കൊടുത്ത് മുന്നേറാനുള്ള അവകാശം കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ, ഇന്ത്യയിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അതിവിടെ ചെയ്തില്ല. അവിടെയാണ് പിഴവ് പറ്റിയത്. അല്ലാതെ സത്യസന്ധമായിട്ട് കാണിക്കുന്നതല്ല. സത്യസന്ധമായ കേസ് ജയിക്കണമെന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യം കാണിക്കണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ശ്രീമതി ബിന്ദുകൃഷ്ണ, അങ്ങനെ എടുക്കാൻ പാടില്ലാതിരുന്ന ഒരു സാക്ഷിയെ എടുത്ത് പ്രതിഭാഗത്തിന് അടിക്കാൻ ഒരു വടി ഉണ്ടാക്കി കൊടുക്കുകയാണ് പോലീസ് ചെയ്തത്. അതായത് ഈ കേസിന്റെ അടിത്തറ നമുക്കെതിരായി പണിതു വെച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. പിന്നെ എങ്ങനെയാണ് ഒരു അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ പോയി ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടായാൽ ഉത്തരം പറയുക? അടിസ്ഥാനപരമായി ആത്യന്തികമായി ഈ കേസിൻ്റെ ബേസ് എന്ന് പറയുന്നത് പ്രതിഭാഗത്തിന് അനുകൂലമായ തരത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. പിന്നെ എങ്ങനെ ഈ ചോദ്യങ്ങൾക്ക് എത്ര ചോദ്യം ചോദിച്ചാലും എത്ര പഠിച്ചാലും എത്ര ആഴത്തിൽ വിശകലനം ചെയ്താലും തോമസ് പി ജോസഫിന് ഉത്തരം പറയാനാവും? ഉത്തരമില്ലാത്തതാണത്. ഒരിക്കലുമല്ല. ഈ കേസിന്റെ റിവ്യൂ പെറ്റീഷൻ വാദം കേട്ടപ്പോൾ കോടതിയിൽ ഈ കേസ് കാര്യമായി അഭിഭാഷകർ പ്രസന്റ് ചെയ്തപ്പോൾ കോടതിയുടെ നിലപാട് എന്തായിരുന്നു എന്ന് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് ആളൂരിന് തന്നെ അറിയാം. അങ്ങനെ പൂർണ്ണമായി ഈ കേസ് ഒരു കാരണവശാലും നിലനിൽക്കത്തക്കതല്ല എന്ന ആദ്യ നിലപാടിൽ നിന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ കേൾക്കുവാനും പോയിന്റ്സ് ഉണ്ട് എന്ന ധാരണയിലേക്ക് കോടതി മാറിയത് കൊണ്ടാണ് നവംബർ 11-ാം തീയതിക്ക് വീണ്ടും കേസ് വെച്ചിരിക്കുന്നത്. ആ കേസിൽ കാര്യം അത് കേസ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന കേവലം പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, അതിനാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പരസ്പരം പൂരകങ്ങളായി നിന്നുകൊണ്ടാണ് ഒരു കേസ് ഫ്രെയിം ചെയ്ത് കോടതിയിൽ എത്തിക്കുന്നത്. അവിടെ ഏതൊക്കെ സാക്ഷികൾ വേണമെന്നുള്ളത് ആ പ്രോസിക്യൂട്ടർ, സർക്കാർ ഭാഗം, അഭിഭാഷകന്റെ കൂടി ഇടപെടൽ അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അതിന് സഹായികളായി പ്രവർത്തിക്കുന്നു. ഇവിടെ ശ്രീമതി ADGP ശ്രീമതി B സന്ധ്യ അവർ ഈ കേസിൽ എടുക്കുന്ന എഫേർട്ടിനെ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഭിഭാഷകർ പോലും കൃത്യസമയത്ത് ഇല്ലാതിരുന്നിട്ട് പോലും ഡൽഹിയിൽ തങ്ങി മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി അടക്കം സമയാസമയം ബന്ധപ്പെട്ടുകൊണ്ട് പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് റിവ്യൂ പെറ്റീഷൻ അതിന്റെ ലീസ്റ്റ് ചാൻസ് ചാൻസേ ഉള്ളൂ എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ആ ചാൻസ് മുതലെടുത്ത് ഈ റിവ്യൂ പെറ്റീഷൻ അംഗീകരിപ്പിക്കുവാൻ വേണ്ടി അവരൊക്കെ നടത്തുന്ന എഫേർട്ട് അത് പോലീസ് ഉദ്യോഗസ്ഥർ അത് ചെയ്യുന്നുണ്ട്. പ്രോസിക്യൂഷൻ അഭിഭാഷകരുമായി ചേർന്നുകൊണ്ട് വരും ദിവസങ്ങളിലും വാദം കേൾക്കുമ്പോൾ ഇതിന്റെ സംസ്ഥാന സർക്കാരിന്റെയും ഇക്കാര്യത്തിൽ സൗമ്യയുടെ അമ്മയുടെയും വാദത്തിന്റെ സമയം പൂർത്തിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീമതി ബിന്ദുകൃഷ്ണ ഇനി കഡ്ജുവിനെ മാത്രമാണ് 11-ന് കേൾക്കുന്നത് എന്ന് തോന്നുന്നു. ശ്രീ ആളൂർ, ഇക്കാര്യത്തിൽ നേരത്തെ ഉദയഭാനു ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ലെങ്കിൽ ജോർജ് ജോസഫ് കാണിച്ചതുപോലെ ഈ ചാട്ടം കണ്ടു എന്ന് പറഞ്ഞ മധ്യവയസ്കന്റെ മൊഴിയാണ് ഏറ്റവും സുപ്രധാനമായി നിങ്ങൾക്ക് അനുകൂലമായി വർത്തിച്ചിട്ടുള്ളത്. അവിടെ അത് പോലീസിനും പ്രോസിക്യൂഷനും പറ്റിയ അങ്ങേറ്റം തന്ത്രപരമായ വീഴ്ചയായിരുന്നു. അതില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ തോറ്റുപോയനെ എന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ ഒരു പ്രോസിക്യൂഷൻ ഒരു കഥയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സംഭവമുണ്ടെങ്കിൽ ഉദയഭാനു പറഞ്ഞതുപോലെ തന്നെ ഏത് സാക്ഷികളെ വിസ്തരിക്കണം, ഏത് സാക്ഷികളെ വിസ്തരിക്കേണ്ട എന്നൊക്കെയുള്ള വിവേചന അധികാരം ആ പ്രോസിക്യൂഷൻ നടത്തുന്ന വ്യക്തിക്കാണ്. ഒരു കേസ് എന്താണ് എന്ന് ചാർജ് ഷീറ്റിൽ 173
അനുസരിച്ച് കൊടുക്കുന്ന ചാർജ് ഷീറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് കേസ്, ഇതാണ് സംഭവം. ആ സംഭവത്തിന് ഉപോത്ഫലകമായിട്ടുള്ള സാക്ഷികളെ കൊണ്ടുവരിക, രേഖകൾ നിരത്തുക എന്നതാണ് പ്രോസിക്യൂഷൻ്റെ യഥാർത്ഥ ധർമ്മം. അങ്ങനെ ഒരു സാക്ഷിയെ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നില്ലെങ്കിൽ ആ സാക്ഷി വിസ്തരിക്കാൻ പ്രതിഭാഗത്തിന് സാധിക്കും. ഇവിടെ പ്രശ്നം ഇതൊന്നുമല്ല. പ്രായോഗിക തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നത് മുതൽ, ഈ കേസിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നത് മുതൽ ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ഉണ്ടാക്കുന്നു, ഒരു സാഹചര്യ തെളിവുകൾ പ്രതിയെ അവിടെ കണ്ടു എന്നുണ്ടാക്കുന്നു. ഇതുമാത്രം പോരാ ഒരു മർഡർ പോലെയുള്ള കേസുകൾ തെളിയിക്കാൻ. ഇതൊരു നിസ്സാരമായ ഒരു അടിപിടി വഴക്കുണ്ടാക്കിയ കേസല്ല, ഒരു കളവ് നടത്തിയ കേസല്ല, ഒരു വ്യക്തിക്ക് തൂക്കുമരണം വിധിക്കാവുന്ന ശിക്ഷ കിട്ടുന്ന കേസാണ്. അപ്പോൾ അതിൽ വളരെ പൂർണ്ണമായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയെങ്കിൽ 90 ദിവസം ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഏതു തരത്തിലുള്ള രേഖകൾ കോടതിയിൽ ഹാജരാക്കണം. കേസ് ഡയറിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ഒരു പക്ഷേ പ്രതിക്ക് അനുകൂലമായ കാര്യങ്ങൾ പോലും കേസ് ഡയറി ഉണ്ടാകും. അതൊരിക്കലും പ്രോസിക്യൂഷൻ കോടതിയിൽ കൊണ്ടുവരരുത്. അത് നോക്കുവാനോ അത് കാണുവാനോ അധികാരം പ്രതിഭാഗത്തിനില്ല. എന്നാൽ പ്രോസിക്യൂഷൻ നിരത്തുന്ന സാക്ഷികൾ, അതിലുള്ള രേഖകൾ ഒന്നിനൊന്ന് വിരുദ്ധമാണെങ്കിൽ ആ സാക്ഷികൾ ഒരിക്കലും വിസ്തരിക്കരുത്. അത് സ്ഥാപിച്ചെടുക്കാൻ ഒരിക്കലും പ്രോസിക്യൂഷൻ തയ്യാറാകരുത്. ഇവിടെ കുട്ടി ചാടി എന്നും രക്ഷപ്പെട്ടു എന്നുള്ള തെളിവുകൾ കോടതിയുടെ മുന്നിൽ കൺമുന്നിൽ നിൽക്കുമ്പോൾ മറ്റൊരു തെളിവ് എങ്ങനെ വിശ്വസിക്കും? രണ്ട് കാര്യം മാത്രമാണ് സുപ്രീം കോടതിയിൽ ഈ വാദം നടക്കുമ്പോൾ കേരള സർക്കാരിൻ്റെയും സുമതിയുടെയും അഭിഭാഷകരിൽ നിന്നും ചോദിച്ചറിഞ്ഞത്. ഒന്ന്, 302 പ്രൂവ് ചെയ്യുന്ന എന്തെല്ലാം തെളിവുകളാണ്. 2, ഒരു കൺഫെഷൻ ഡോക്ടറോട് നൽകിയതെങ്കിൽ ആ കൺഫെഷൻ എങ്ങനെയുണ്ടായി, ആരെടുത്തു, ഈ കാര്യം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ, ആ വ്യക്തിയുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ. ഇതൊക്കെ വളരെ വീക്കായ എവിഡൻസ് ആണ്. കൺഫെഷൻ എന്ന് പറയുന്നത് പോലും വീക്കായ എവിഡൻസ് ആണ്. ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്ത കേസിൽ ദുർബലമായ ഈ പറയുന്ന രേഖകൾ വളരെ അവസാനമായി ജോർജ് ജോസഫ്, താങ്കൾ എന്നാണ് ഇക്കാര്യത്തിൽ പറയുക? ഇത് പോലീസിന് തുടക്കത്തിൽ ഉണ്ടായിപ്പോയ വീഴ്ച, ഇത് പ്ലാൻ ചെയ്യുന്നതിലുണ്ടായ വീഴ്ച. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ സൗമ്യ കേസിൽ പ്രതിയുടെ വധശിക്ഷ ആഗ്രഹിക്കുന്ന, വിശിഷ്യ അവരുടെ സൗമ്യയുടെ അമ്മ എന്നിവരുടെ പ്രതീക്ഷകൾ അസ്ഥാനത്താകാൻ പോകുന്നു. ഈ കേസിൽ നമുക്കിനി വിജയം അസാധ്യമാണ്, വധശിക്ഷ സ്ഥാപിക്കുക എന്ന കാര്യത്തിൽ. കാരണം അത്രമേൽ വലിയ അപകടം നമ്മൾ തുടക്കത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വധശിക്ഷ എന്ന പ്രതീക്ഷ സുപ്രീം കോടതിയിൽ നിന്ന് സ്ഥാപിച്ചെടുക്കാമെന്ന പ്രതീക്ഷ വേണ്ട എന്നാണോ? അതെ, നമുക്കിനി അതിനൊന്നും പ്രതീക്ഷ വേണ്ട. ഇപ്പം തന്നെ 10 വർഷത്തെ ശിക്ഷ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും നമ്മൾ ഈ കേസിനകത്ത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മറ്റൊരു കാര്യം, ഇപ്പം വീണ്ടും സുപ്രീം കോടതിയെ വിമർശിച്ച ജസ്റ്റിസ് കഡ്ജുവിൻ്റെ അടുത്ത് ആ വിമർശന ദിവസം അല്ലെങ്കിൽ സുപ്രീം കോടതി പരിഗണിച്ച ദിവസം തന്നെ ADGP പോയതും ആ ലോവർ കോടതിയിലെ ജഡ്ജി അവിടെ പോയതും ഒരു മിസ്കോണ്ടക്റ്റ് തന്നെയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. രണ്ടുപേരും ആ ദിവസം തന്നെ സുപ്രീം കോടതിയെ വിമർശിച്ച ദിവസം തന്നെ അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ടെന്ന് പറയുന്നത് ഒരിക്കലും നല്ലതല്ല. അത് ഇപ്പോഴും സർവീസിലുള്ള ഒരു ജഡ്ജും അതേപോലെ സർവീസിലുള്ള ഒരു അഡീഷണൽ GP അവരുടെ കോക്കസ് ആണ് എന്ന് ആളുകളെ പോലുള്ള ഒരു സുപ്രീം കോടതിയിൽ ഇനി അവസരം കിട്ടിയാൽ വാദിച്ചാൽ എന്ത് ചെയ്യും നമ്മൾ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, അക്കാര്യത്തിൽ എന്താണ് നിലപാട്? ഒന്ന്, സുപ്രീം കോടതിയുടെ വിധിന്യായത്തെ വിമർശിച്ച ഒരു ജഡ്ജ്, മുൻ ജഡ്ജ്, ആ ജഡ്ജിനെ കാണാൻ ഇവിടുത്തെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ, അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കീഴ്ക്കോടതിയിൽ ഈ കേസ് കേട്ട ജഡ്ജിയും പോവുകയാണ്. അത് അപകടകരമായ കീഴ്വഴക്കമായി തോന്നുന്നുണ്ടോ? ആ വിമർശനം AG ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നുവെന്ന്. ആവശ്യപ്പെട്ടാൽ നിയമസഹായം നൽകാൻ, ഉപദേശം നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം അവരൊരു പക്ഷേ പോയി കണ്ടിട്ടുണ്ടാവുക. പക്ഷേ അത് വേണ്ടിയിരുന്നില്ല എന്നതാണോ നിലപാട്? ഒന്നാമതായി, കീഴ്ക്കോടതി ജഡ്ജി സർവീസിലുള്ള ജഡ്ജി അല്ല. അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രോസിക്യൂട്ടർ മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകളെ കാണുക പതിവാണ്. അദ്ദേഹത്തിന് ഈ കേസുമായി ഇനി ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം സർവീസിലുണ്ട് എങ്കിൽ അല്ല ഏതെങ്കിലും സ്വാധീനമോ കാര്യങ്ങളോ ഒക്കെ പറ്റും. ഇത് അത്തരം ജുഡീഷ്യൽ സർവീസിലല്ലല്ലോ. അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് ഇത് മാത്രവുമല്ല ADGP ശ്രീമതി B സന്ധ്യ അവര് ഇന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു വ്യക്തിപരമായ കാര്യത്തിനാണ് പോകുന്നത്. ഞാനാണെങ്കിൽ പോലും മാർക്കണ്ഡേയ കഡ്ജു അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ലോ പോയിന്റ്സ് അതിൽ ആകർഷണമായിരുന്നു. ഒരു പക്ഷേ നേരത്തെ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ അതൊരു കോർട്ടലക്ഷ്യമാകേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ
ജഡ്ജിമാരെ അല്ലല്ലോ വ്യക്തിപരമായി വിമർശിച്ചത്. ജഡ്ജ്മെന്റിനെ ആർക്കും വിമർശിക്കാം. ആ ജഡ്ജ്മെന്റിൽ IPC 300ന്റെ ഇൻഗ്രീഡിയൻസ് കാണാതെ പോയി എന്ന കൃത്യമായ നിയമപരമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന വളരെ വലിയ ആഗ്രഹം, അത് കേവലം വികാരമല്ല, ഈ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥ പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും നിലപാടാണ്. ആ നിലപാട് ഉയർത്തി കാണിച്ച മാർക്കണ്ഡേയ കട്ജു എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത നീതിപീഠത്തിലെ ജഡ്ജിയോട് എല്ലാവർക്കും ഒരു ബഹുമാനമുണ്ട്. ഞാനാണെങ്കിലും അദ്ദേഹത്തെ പോയി കാണും. നമ്മൾ സർവീസിലുള്ളവരല്ലെങ്കിൽ പോലും അതിനെ ന്യായീകരിക്കുകയാണ്, പിന്തുണയ്ക്കുകയാണ് താങ്കൾ ചെയ്തത്. അവസാനമായി ശ്രീ BA ആളൂർ, ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ ഈ കേസിൽ ചർച്ച ചെയ്യപ്പെടുകയും ചോദിക്കപ്പെടുകയും ചെയ്ത ചോദ്യം ഇങ്ങനെ താങ്കൾ അടക്കമുള്ള ഒരു അഭിഭാഷക വൃന്ദത്തെ ഈ കേസിൽ അപ്പിയർ ചെയ്യിപ്പിക്കാൻ കഴിയും വിധത്തിൽ എങ്ങനെയാണ് ഗോവിന്ദച്ചാമി എന്ന തെരുവ് മനുഷ്യൻ പ്രാപ്തനായത് എന്നതാണ്. സംസ്ഥാനത്ത് രാജ്യത്താകെ തന്നെ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു കോക്കസ് ഇപ്പോഴും ഇതിന് പിന്നിൽ പണവുമായി നിൽപ്പുണ്ട് എന്നത് ആവർത്തിക്കുന്നുണ്ടോ താങ്കൾ? ഇത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം നൽകാനും ഞാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. കേസ് ആരേൽപ്പിക്കുന്നു, എവിടെ നിന്ന് വരുന്നു, പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ഒരു പ്രശ്നം ഇപ്പോൾ ജോർജ് ജോസഫ് പറയുകയുണ്ടായി. അതിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഒരു വിധി പറഞ്ഞ ജഡ്ജിൻ്റെ താല്പര്യം എന്താണ് സുപ്രീം കോടതിയിൽ വരാനായിട്ട്? ഒരു വിധി പറഞ്ഞ ജഡ്ജിൻ്റെ താല്പര്യം എന്താണ് ഈ പറയുന്ന പ്രോസിക്യൂഷനെ സഹായിക്കാനോ പ്രോസിക്യൂഷന് അനുകൂലമായി എന്തെങ്കിലും സംസാരിക്കാനോ പോകുന്ന ഒരു വ്യക്തിയെ കാണാൻ പോകുന്നത് കൊണ്ട്? ഇത് തിരിച്ചാണെങ്കിൽ ഒന്ന് ചിന്തിക്കൂ. ഈ പ്രതിയെ സഹായിക്കാനാണ് ഈ ജഡ്ജി പോയിരുന്നതെങ്കിലോ ആരെങ്കിലും സമ്മതിക്കുമായിരുന്നോ? ഇത് രണ്ടും പാടില്ല. കാരണം വിധി പറയുന്ന വിധികർത്താവ് നിഷ്പക്ഷനായിരിക്കണം. അയാൾ വെരി ന്യൂട്രൽ പേഴ്സൺ ടു തിങ്ക് ബോത്ത് ദ പാർട്ടീസ്. ഇതാണ് പ്രോസിക്യൂഷനും പ്രതിക്കും ഒരുപോലെ നീതി ലഭിക്കണം. ഇവിടെ ഒരു പക്ഷേ നീതി ലഭിക്കുന്നത് ഡിഫൻസിനാണെങ്കിൽ ആ നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഈ വിധി പറഞ്ഞ ജഡ്ജി പോകുമായിരുന്നോ? ഇത് വളരെ നിരുത്തരപരമായിട്ടുള്ള പ്രവൃത്തിയാണ്. യാതൊരു ജഡ്ജിയുടെ ഈ പറയുന്ന പോസ്റ്റിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റിൽ നിന്ന് വിരമിച്ച വ്യക്തികൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഒരിക്കലും സുപ്രീം കോടതിയിൽ നിന്നല്ല, ബഹുമാന ഹൈക്കോടതിയിൽ നിന്നല്ല ഒരു സ്ഥലത്തും പോകാൻ പാടില്ല. ഇത്തരത്തിൽ കീഴ്വഴക്കങ്ങൾ ഒഴിവാക്കണം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ, നീതിന്യായ വ്യവസ്ഥയുടെ സുരക്ഷയ്ക്ക് തന്നെ ഒരു വലിയ നെടുന്തൂണായിട്ട് നിലകൊള്ളുമെന്ന് ഞാൻ താങ്കളുടെ വിമർശനം. നന്ദി. താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് BA ആളൂർ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ജോർജ് ജോസഫ്, ശ്രീ ഉദയഭാനു, സൗമ്യയുടെ അമ്മ സുമതി, നന്ദി എഡിറ്റേഴ്സ് അവറിൽ പങ്കെടുത്തതിന്. ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി മുഹമ്മദ് നിഷാം സഹോദരങ്ങളെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പരാതിക്കാരായ റസാഖിൽ നിന്നും നിസാറിൽ നിന്നും പോലീസ് മൊഴികൾ രേഖപ്പെടുത്തി. അതേസമയം ബംഗളൂരുവിലേക്കുള്ള യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചതായി ജയിൽ അധികൃതരുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കൊച്ചിയിൽ വീണ്ടും ഗൂണ്ടാ വിളയാട്ടം. പള്ളുരുത്തിയിൽ ഗൂണ്ടാ സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി. സാരമായി പരിക്കേറ്റ കുപ്രസിദ്ധ ഗൂണ്ട പള്ളുരുത്തി പ്രിയനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നടുറോഡിൽ വടിവാളുകളുമായി ഗൂണ്ടാ സംഘങ്ങൾ പോർവിളിയും നടത്തിയെന്ന് പോലീസ് പറഞ്ഞു. എഡിറ്റേഴ്സ് അവർ അവസാനിക്കുകയാണ്. നമസ്കാരം.